ഫസ്റ്റ് ഞാൻ ആ കൈലാസ പർവ്വതം നമ്മൾ ദേരാപുഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തു നിന്നാണ് കൈലാസം ശരിക്ക് കാണുക. അവിടെ പോയപ്പോൾ ആ കൈലാസം അങ്ങോട്ട് കണ്ടതും എനിക്ക് എന്താ അറിയില്ല, എന്നെ അങ്ങനെ അടുപ്പിച്ചു ഭഗവാൻ. ഒരു ദിവസം എൻ്റെ സ്വപ്നത്തിൽ പോലെ വന്നു, എന്നെ അവമാനിച്ചു എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി, എനിക്ക് തന്നെത്താനെ അത് എൻ്റെ ഓർമ്മയിൽ വന്നു. ഞാൻ നട അടച്ചിട്ട് അത് തുറന്നാലേ എത്ര പോകാൻ പാടും. ആ നട അടച്ചിട്ട് ഒരു 5 മിനിറ്റിന് അടയ്ക്കുമല്ലോ, എപ്പോഴും അടയ്ക്കും തുറക്കും. അത് തുറന്നാലേ എത്ര ഇവിടുന്ന് പോകാൻ പാടുണ്ട്. 95 സമയത്ത് അവർ ആരെങ്കിലും അതിനാണ് നമ്മൾ ഗ്രൂപ്പായിട്ടാണ് പോവുക. ആ ഒരാളും ഒറ്റയ്ക്ക് പോവില്ല. നമ്മളുടെ ആൾക്കാർ ഒന്നായിട്ടേ പോവും. അല്ലെങ്കിൽ ഇത് കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഒരു കേട്ടിട്ടുണ്ട്, അവർ മനുഷ്യന്മാരെ തിന്നുമായിരുന്നു. കൈലാസം ഹൈന്ദവ വിശ്വാസികൾക്ക് ഇവിടം എത്ര പ്രത്യേകതയുള്ളതാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മുടെ ഭഗവാൻ മഹാദേവൻ വസിക്കുന്നതിന് നമ്മൾ ഓരോരുത്തർക്കും കൈലാസം എന്ന് പറയുമ്പോൾ തന്നെ ഒരു കോരിത്തരിപ്പാണ് അല്ലേ. അവിടെ ഒരു വട്ടമെങ്കിലും പോകാൻ പറ്റിയാൽ അതൊരു ഭാഗ്യം എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഇന്ന് നമ്മളോടൊപ്പം പുണ്യത്തിൽ അതിഥിയായിട്ട് വന്നിരിക്കുന്നത് രാജലക്ഷ്മി മാമാണ്. കൈലാസത്തിൽ ഒരു വട്ടം സന്ദർശിച്ച ആൾ എന്ന് പറഞ്ഞാൽ അത് തികച്ചും ഒരു തെറ്റായിപ്പോൾ. 26 തവണ കൈലാസം സന്ദർശിച്ച ഒരു എന്താ പറയുക മഹനീയ സാന്നിധ്യമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം മാം. നമസ്കാരം മാം. ആദ്യം തന്നെ ഒന്ന് സ്വയം പരിചയപ്പെടുത്താമോ? ഞാൻ പറയാം. ഞാൻ കേരളത്തുകാരിയാണ്. ബോൺ ഇൻ പൂനെ. ജനിച്ചത് പൂനെയിൽ. എൻ്റെ അച്ഛൻ ആർമിയിലായത് കാരണം പിന്നെ കുറച്ചു കാലം കേരളത്തിലുണ്ടായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞതും എനിക്ക് കുട്ടിക്കാലം മുതലേ ഒരു ഭഗവതി ഭക്തയാണ്. പിന്നെ കുട്ടിക്കാലം മുതലേ എനിക്ക് എൻ്റെ കാലിൽ നിൽക്കണം, എൻ്റെ സ്വയം ഒരു ഇതിൽ വരണം, എനിക്കൊരു പേര് കേൾക്കണം എന്നുള്ളൊരു അഭിപ്രായക്കാരിയായിരുന്നു. അപ്പോൾ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ്സാണ് ഡൽഹിയിൽ, കേരളത്തിലെ. അത് കഴിഞ്ഞ് എനിക്ക് എയറോസ്റ്റസിൻ്റെ എൻ്റെ ഒരു എൽഡർ ബ്രദർ ഡൽഹിയിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഫ്ലൈയിങ്ങിനും ഇഷ്ടമായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞത് അപ്പോൾ ഏട്ടൻ അങ്ങോട്ട് വിളിച്ചു, എയറോസ്റ്റസിൻ്റെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് വിളിച്ചു. പോയി. അന്ന് കുറച്ചൊരു ഹിന്ദി പ്രോബ്ലം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ പൂനെയിൽ നിന്ന് വന്നിട്ട് നാട്ടിൽ ഒരു 9-10 വർഷം താമസിച്ചല്ലോ. അപ്പോൾ നമ്മൾ ഫ്ലുവൻസി പോയി. അപ്പോൾ അമ്മയും അച്ഛനൊക്കെ നന്നായിട്ട് ഹിന്ദിയിൽ പറഞ്ഞിരുന്നു, എൻ്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സൊക്കെ. ആൻഡ് ഞങ്ങൾ പോയി. പിന്നെ ഡൽഹിക്ക് പോയി ഇൻ്റർവ്യൂ കൊടുത്തു. അപ്പോൾ മൂത്ത ബ്രദറ് സഞ്ജയ് ഗാന്ധിയുടെ ത്രൂ ആണ് എനിക്ക് അപ്രോച്ച് ചെയ്തിരുന്നത്. ആ അപ്രോച്ച് ചെയ്തത് ഇന്ന് സഞ്ജയ് ഗാന്ധി മരിച്ചു എന്ന് വെച്ചാൽ ഡേ ആഫ്റ്റർ ടുമാറോ എൻ്റെ ഇൻ്റർവ്യൂ. അപ്പോൾ എൻ്റെ അപ്രോച്ച് പോയി. അപ്പോൾ എല്ലാ കാര്യത്തിനും ഒരു അപ്രോച്ച് വേണമല്ലോ, അത് കിട്ടിയില്ല. നാച്ചുറൽ ബ്യൂട്ടിയോ അല്ലെങ്കിൽ അതൊന്നും അല്ല അവർ നോക്കണത്. അത് കിട്ടാത്ത കാരണം എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ അന്നും ഞാൻ ഭഗവതിയെ പൂജിച്ചിരുന്നു. ഞങ്ങളിവിടെ നാട്ടിൽ എൻ്റെ ഫാമിലി ഗോഡസ് ഉണ്ട്, മണ്ണൂർ കൈമംകുന്നത്ത് കാവൽ ഭഗവതി എന്ന് പറയും. ആ ഭഗവതിയാണ് ഞാൻ മാനിക്കുന്നത് കുട്ടിക്കാലം മുതലേ. അപ്പോൾ ആ ഭഗവതിയെ എന്നും പ്രാർത്ഥിക്കും, എനിക്ക് നല്ലൊരു ജോലി തരണം, എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ കാലിൽ നിൽക്കണം, എനിക്ക് എൻ്റെ പേര് കേൾക്കണം, എൻ്റെ ഒരു പേരൊരു ഇതാവണം എന്നുള്ള ഒരു ഇതിൽ ആയിരുന്നു. പൊളിറ്റിക്കൽ ലെവലിൽ പോകാൻ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ പ്രാർത്ഥിച്ചിട്ട് 84 ഇന്ദിരാഗാന്ധി മരിച്ച സമയത്ത് രാജീവ് ഗാന്ധിയുടെ PS നമ്മുടെ വി ജോർജ് ഉണ്ടായിരുന്നു. അവരായിട്ട് ഭഗവതി മുഖാന്തരം തന്നെ പരിചയപ്പെട്ടു എന്ന് പറയണം. അതിൻ്റെ ഒരു വലിയൊരു ഹിസ്റ്ററിയാണ് അവരെ കണ്ടതും. കാരണം ഇന്ദിരാഗാന്ധി മരിച്ച സമയത്ത് ആ വീട്ടിലേക്കൊന്നും ആർക്കും പോകാൻ പറ്റില്ല. പക്ഷെ ആ സമയത്ത് എനിക്ക് അവരായിട്ട് സംസാരിക്കാൻ കിട്ടിയതൊക്കെ ഞാൻ എപ്പോഴും പറയും ഭഗവതിയുടെ കൃപ. അവിടെ എത്തി അവർക്കും ഹെൽപ്പ് ചെയ്യാനുള്ള തോന്നി. ഒരു നമ്മൾ പറയില്ലേ, വന്നാൽ ചെയ്തോളണമെന്നൊന്നുമില്ല, പക്ഷേ മൂപ്പർക്ക് ഹെൽപ്പ് ചെയ്യണമെന്ന് തോന്നി. ആ തോന്നിയത് എനിക്ക് ഇന്ത്യൻ എയർലൈൻസിൽ ജോലിയാക്കി തന്നു. ഇന്ത്യൻ എയർലൈൻസിൽ കാഷ്വലായിട്ട് ജോലി ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞ് അവിടെയും കുറേ പൊളിറ്റിക്സ്, മറ്റേ നോർത്ത് ഇന്ത്യൻ കൾച്ചറല്ലേ, സൗത്ത് ഇന്ത്യൻ ആണ്, അവൾക്ക് ജോലി കൊടുക്കരുത് എന്നുള്ള ഏരിയ. പക്ഷേ എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു എനിക്ക് കിട്ടും, കാരണം എനിക്ക് എൻ്റെ ഭഗവതി എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അവിടെയൊക്കെ എൻ്റെ ഡയറക്ടേഴ്സ് ഇരുന്ന് സംസാരിച്ചിരുന്നു, ഇവൾക്ക് ജോലി കൊടുക്കരുത്, ഇവൾക്ക് ജോലി കൊടുക്കരുത്, പിന്നെ എന്താ വെച്ചാൽ സൗത്ത് ഇന്ത്യൻ ആണ് എന്നുള്ളത്. ഞാൻ എൻ്റെ ഒരു ഡയറക്ടറോട് പറഞ്ഞു,
സാറൊന്നിനും പേടിക്കണ്ട. ശ്രീകൃഷ്ണൻ ജനിച്ച സമയത്ത് കംസൻ എത്ര പേരെ രാക്ഷസന്മാരെ വെച്ചും കൊണ്ടിരുന്നു ആ കുട്ടിയെ കൊല്ലണം എന്നും പറഞ്ഞിട്ട്. ആർക്കെങ്കിലും അറിഞ്ഞോ? ഇല്ല. ആരും അറിയാതെ കൃഷ്ണൻ അവിടുന്ന് കൊണ്ടയാക്കിയോ വാസുദേവരെ? അതുപോലെ എൻ്റെ കാര്യമാവും. സാറിൻ്റെ പണി ചെയ്തോളൂ, എൻ്റെ ആപ്ലിക്കേഷൻ ഇത് വരുന്നു, അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നൊന്നും ആർക്കും അറിയില്ല പറഞ്ഞു. അതേപോലെ ആയി, അഡ്വർടൈസായി, ആർക്കും അറിയാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് ശരിക്കും കൃഷ്ണ ഭഗവാൻ ജനിച്ച ആ കേസ് പോലെ എൻ്റെ വന്നത്. ആൻഡ് അത് കഴിഞ്ഞു, ജോയിൻ ചെയ്തു. പിന്നെ പതുക്കെ ഭഗവതിയുടെ പ്രാർത്ഥന കാരണം തന്നെ പിന്നെ വൈഷ്ണോ ദേവി എന്ന് പറഞ്ഞിട്ടൊരു ഭഗവതി ഉണ്ട് ജമ്മുവിൽ, ഭഗവതിയാണ്. അതിൽ ഞാൻ എല്ലാ മാസവും എല്ലാ ആഴ്ചയും പോകാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ഒരു 95 ഒരു ആൾ, എനിക്ക് കൈലാസത്തിനെ പറ്റിയിട്ട് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. കൈലാസം പോവാന്ന് ഒരാൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൈലാസത്തിൽ ആരാണ് ചോദിച്ചു. നമ്മൾ അത്രയൊന്നും ആ ഒരു അടുപ്പം വന്നിട്ടില്ല ശിവജിയായിട്ട്. പറഞ്ഞു കൈലാസത്തിൽ ഭോലേനാഥ് പാർവതി ഇരിക്കുന്ന സ്ഥലമാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഭോലേനാഥിനെ ഇഷ്ടമല്ല, തുറന്നു പറഞ്ഞു. ആ പറഞ്ഞതും അല്ല ട്രാക്കിങ് ഇഷ്ടമല്ലയോ? ഞാൻ പറഞ്ഞു ആ ട്രാക്കിങ് ഇഷ്ടമാണ്. അപ്പം ട്രാക്കിങ്ങിന് പോവാ. ട്രാക്കിങ്ങിന് പോയി. ഫസ്റ്റ് ഞാൻ ആ കൈലാസ പർവ്വതം, നമ്മൾ ദേരാപുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തു നിന്നാണ് കൈലാസം ശരിക്ക് കാണുക. അവിടെ പോയപ്പോൾ ആ കൈലാസം അങ്ങോട്ട് കണ്ടതും എനിക്ക് എന്താ അറിയില്ല, എന്നെ അങ്ങനെ അടുപ്പിച്ചു ഭഗവാൻ. അതിൻ്റെ ശേഷം ഞാൻ കണ്ടിന്യൂസ്ലി കൊല്ലത്തിൽ ഒരു തവണ ഇന്ത്യൻ ടൂറിൽ പോയി കഴിഞ്ഞാൽ ഒരു തവണ പ്രൈവറ്റ് ടൂറിൽ, ഒരു വർഷം തന്നെ മനസ്സൊന്നറിയില്ല ശിവനെ കണ്ടിട്ട്. അവിടെ എങ്ങനെയാണ് ശിവനെ കാണുന്നത്, എന്താ കാണുന്നത് വെച്ചാൽ അതിനൊരു ലാംഗ്വേജ് ഇല്ല എൻ്റെ കയ്യിൽ, പറയാനുള്ള ഒരു ഉത്തരവില്ല. പക്ഷേ അങ്ങനെ അടുപ്പിച്ചു എന്നെ ശിവൻ. അവർ അങ്ങനെ പോകാൻ തുടങ്ങി. ഇപ്പോൾ 19 ലാസ്റ്റിൽ പോയി, 2019. അത് കഴിഞ്ഞ് പിന്നെ 5 വർഷം ഇപ്പോൾ നമ്മൾ കൊറോണയൊക്കെ കാരണം ക്യാൻസലായി. ഇപ്പോൾ 25 പോയി. 25 സെപ്റ്റംബർ 1st വീക്കിൽ ഞാൻ പോയി. 14 ദിവസത്തെ ഇന്ത്യൻ ടൂറിലല്ല പോയത്, പ്രൈവറ്റ് ടൂറിൽ പോയി. എൻ്റെ 26 ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോഴും ഇപ്പോൾ തയ്യാറായിട്ടിരിക്കുകയാണ് എപ്പോഴാ ഈ 26 ടേൺ എപ്പോഴാ വരിക എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ 26 തവണ കൈലാസത്തിൽ പോയി. ഈ ഒരു അനുഭവത്തിനെ ഒരൊറ്റ വാക്കിലെ പറയാൻ പറഞ്ഞാൽ മാം എങ്ങനെയായിരിക്കും ഒന്ന് വിശദീകരിക്കുക? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഞാൻ ഇതേ ഉദ്ദേശിച്ചു പറയാനുള്ളൂ. എൻ്റെ എക്സ്പീരിയൻസ് കാരണം നമ്മളെ ആരെങ്കിലും ദേഷ്യപ്പെടുകയാണ് എന്ന് വെച്ചാൽ നമ്മൾ അവരോട് ദേഷ്യപ്പെട്ടിട്ട് ആൻസർ കൊടുക്കരുത്. നമ്മൾ അവരെ നല്ല നിലയ്ക്ക് സംസാരിച്ച് നല്ല ഇത് കാണിച്ച് അവരെ എൻ്റെ എക്സ്പീരിയൻസ് പറയണം. ഞാൻ ശിവനെ ഒട്ടും മാനിക്കുന്നുള്ളതല്ലായിരുന്നു. ശിവനെ ഉൾട്ടാ നമ്മൾ ഇത് പറയാ, ഈ ശിവൻ എന്താ ശിവലിംഗോ എന്നുള്ളൊരു രൂപത്തിലുള്ള അപമാനം ഞാൻ ചെയ്തിരുന്നവള്. ശിവനെ എന്നെ അത്രയും സ്നേഹത്തിൽ എന്നെ അങ്ങനെയാക്കി ഇനി മരിക്കുന്നവരെ പോകണം എന്നുള്ളൊരു സത്യം ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ. പണ്ടൊക്കെ ഞങ്ങൾ പോകുമ്പോൾ 50,000 ഉറുപ്പ്യ ചെലവുണ്ടായിരുന്നു. 50 ആയിരുന്നു, പിന്നെ 75 പിന്നെ 90 പിന്നെ 1 110 150 175 ലൈക്ക് ദാറ്റ്. ഇപ്പോൾ 2.5 എടുക്കണത്. പക്ഷേ നമ്മൾ പോകണം 4 പ്രൈവറ്റിൽ 2 ഒരേപോലെയായി ഇപ്പോൾ. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 2.5 എന്ന് പറഞ്ഞാലും നമ്മൾ വിചാരിക്കും 2.5 ലക്ഷം എവിടുന്നാ വരിക, നമ്മൾ ആ പോകാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ എവിടുന്നാ വരിക എന്നറിയില്ല നമ്മളുടെ കയ്യിൽ പൈസ. എനിക്ക് അങ്ങനെയും ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ട്. എങ്ങനെ പോവുക എന്താ ചെയ്യുക, മാല വെക്കേണ്ടി വരുമോ അല്ലെങ്കിൽ എന്തെങ്കിലും വിൽക്കേണ്ടി വരുമോ, അതൊക്കെ ഇങ്ങനെ ആലോചിച്ച്, അല്ലെങ്കിൽ ആരുടെ നിന്നാ കടം വാങ്ങുക, അവർ പറയും കടം വാങ്ങിയിട്ട് എന്തിനാ ഭഗവാനെ കാണാൻ പോകണം. അപ്പോൾ പക്ഷേ എന്നാലും ആ സമയത്ത് സ്വന്തം പൈസ വരും. നല്ല എക്സ്പീരിയൻസ് ആണത്. ഭഗവാൻ കൊണ്ടുപോകും. പിന്നെ പോയിട്ട് എനിക്ക് യാതൊരു അപകടവും ഉണ്ടായിട്ടില്ല. അവിടെ പോയാൽ നോക്കൂ, ആൾക്കാർ ഓക്സിജൻ കമ്മി കാരണം ആൾക്കാരുടെ ജീവനും പോകാൻ സാധ്യതയുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഇല്ല, ഇപ്പോൾ ഒക്കെ കുറച്ച് നന്നായി വന്നു. ചൈന ഒളിമ്പിക്സ് കഴിഞ്ഞു, 2010 എന്നൊരു സംശയമുണ്ട്. അതിൻ്റെ ശേഷം രാസ്തയൊക്കെ നന്നായി, വഴിയൊക്കെ നന്നായി. പിന്നെ അവിടെ താമസിക്കാനും ഇപ്പോൾ ഞാൻ പറയാം, നമ്മുടെ പ്രധാനമന്ത്രി വന്നതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയും ശിവഭക്തനാണ്. അപ്പോൾ ഗുജറാത്തിലൊക്കെ CM ആയിരിക്കുന്ന സമയത്ത് കൈലാഷ യാത്രകളെ അയക്കാനും അവരെ സൽക്കരിക്കാനും
മൂപ്പർക്ക് ഭയങ്കര സ്നേഹമായിരുന്നു, ഇഷ്ടമായിരുന്നു. അപ്പോൾ അത് കാരണം ഇപ്പോൾ അത് കാരണമാണ് ഇപ്പോൾ ഈ 2025 പോകാൻ പറ്റിയത്. അവർ ചൈനയിൽ പോയി സംസാരിച്ച് എല്ലാം ശരിയാക്കിയിട്ട് ഇപ്പോൾ ഞങ്ങൾ പോകാൻ തുടങ്ങി. ആദ്യമായിട്ട് എന്നാണ് കൈലാസത്തിൽ പോകുന്നത്? 1995 ഞാൻ പോയത്. അന്ന് എനിക്ക് 34 വയസ്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അന്നും ഞാൻ കൈലാസത്തിൽ പോകാന്ന് പറഞ്ഞ ഒരു ട്രാക്കിങ്ങിന് വേണ്ടി പോയതാണ്. ആ ട്രാക്കിങ്ങിൽ പോയിട്ടാണ് എന്നെ ശിവൻ പിടിച്ചത്. ആ ഒരു ദർശനം നമ്മളുടെ കിട്ടിയതാണ്. അതിലെനിക്ക് മനസ്സ് നിറഞ്ഞില്ല. അത് കാരണം അതേ കൊല്ലം വന്ന് തിരിച്ച് പ്രൈവറ്റിൽ പോയി. അങ്ങനെ ഒരു 3-4 വർഷം ഞാൻ ഒരു തവണ ഗവൺമെന്റ് ടൂറിൽ പോവും, ഒരു തവണ പ്രൈവറ്റ് ടൂറിൽ പോകും. അവിടെ ചെന്ന് ഇപ്പോൾ ഫസ്റ്റ് ടൈം ചെന്നപ്പോൾ ഉള്ളതും അല്ലെങ്കിൽ ഈ 26 തവണ പോയപ്പോഴായിക്കോട്ടെ, അവിടെ കാലുകുത്തിയ കൈലാസത്തിന് മുമ്പിൽ എത്തുമ്പോൾ മാം വിഷ്വലൈസ് ചെയ്യുന്നത് എന്താ? നമ്മൾ ആദ്യം പോകുന്നത് മാനസരോവരം തടത്തിലാണ്. ആ മാനസരോവരം ദൂരത്തുനിന്ന് കാണാം. അത് കണ്ടാൽ തന്നെ നമ്മൾ ചിലർ ആ ഒരു ഫീലിങ്സ് ആണ് കരയാൻ തുടങ്ങും. പിന്നെ മാനസരോവരം തന്നെ നമുക്ക് കൈലാസം കാണാം. തടത്തുന്ന 30 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. എങ്കിലും കൂടെ ആ കൈലാസം കണ്ടാൽ തന്നെ എല്ലാവരും കരയും. എത്ര സ്ട്രോങ് ആയാലും കരയും. അപ്പോൾ മാനസരോവരം കാണിക്കും. മാനസരോവറിൻ്റെ അടുത്ത് രാക്ഷസ്ഥൽ, രാവണൻ ഉണ്ടാക്കിയ ഇതാണ്. മാനസരോവർ പോലെ തന്നെ അത്രേ വിസ്താരമുള്ള ഒരു നദിയാണ് രാക്ഷസ്ഥൽ. അതിൽ നമ്മൾ ടച്ച് ചെയ്യില്ല. പിന്നെ മാനസരോവറിൻ്റെ ജൽ എന്ന് പറഞ്ഞാൽ അത് അന്ന് പണ്ട് ഞങ്ങൾ പോകുന്ന സമയത്ത് 3 ദിവസം പരിക്രമ ചെയ്യണം കാലും കൊണ്ട്. വണ്ടി പോവില്ലായിരുന്നു. 3 ദിവസവും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഹട്ട് ഉണ്ടാവും. അത് ചൈനീസിൻ്റെ മഡ് ഹൗസാണ്, അതിൽ താമസിക്കും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ 3 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ കൈലാസത്തിൽ പോവുക. ആ മാനസരോവറിൽ തടത്തിൽ ആ നടക്കുന്നതൊക്കെ ഉണ്ടല്ലോ, ഇപ്പോഴും ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഞാൻ അവിടെ എത്താറുണ്ട്. കണ്ണടച്ചാൽ ഞാൻ അവിടെ എത്തും. പിന്നെ മാനസരോവറിൽ എങ്ങനെയാണ് നടക്കുന്നത്, ആ വെയിലും ആ മണലും പിന്നെ ഇടയ്ക്ക് കുളിക്കുക, അങ്ങനെയുള്ള നല്ലൊരു, അത് പറയാൻ പറ്റില്ല അതിൻ്റെ സുഖം. അത് കഴിഞ്ഞ് 3 ദിവസത്തിൻ്റെ പരിക്രമ കഴിഞ്ഞിട്ട് ഞങ്ങൾ കൈലാസത്ത് പോകും. അവിടുന്ന് 30 കിലോമീറ്ററാണ്, അവിടെ 30-40 കിലോമീറ്ററാണ് കൈലാസ പർവ്വതം. അപ്പോൾ പിന്നെ മാനസരോവറിലെ രാത്രി ഞങ്ങൾ വൈകിട്ട് പോയിരിക്കും. അപ്പോൾ കുളിക്കാനൊരു സമയമുണ്ട്. സണ്ണ് ഉള്ള സമയത്തേ നമ്മൾ കുളിക്കാൻ പറ്റും, അല്ലെങ്കിൽ വെള്ളം നല്ല തണുപ്പായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് 5 മണി കഴിഞ്ഞാൽ അതിൻ്റെ ആ വേവ് അധികമാവും. അപ്പോൾ കുളിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ സൺറൈസിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മയിൽപ്പീലി പോലുള്ള വെള്ളമാണ് കാണാം, അലകലകലകല കളറിൽ. ചുവപ്പ്, നീല, പച്ച, ലൈക്ക് അങ്ങനെ ശരിക്കൊരു മഴവില്ലിൻ്റെ രീതിയിലാണ് നമ്മൾക്ക് വെള്ളം കാണാൻ പറ്റുക. പിന്നെ അതിൽ ബതക്കുണ്ട്, സ്വർണ്ണമുട്ട തരുന്ന അങ്ങനെ ഒരു ഇത്. ഓം എന്ന് നമ്മൾ ഇവിടുന്ന് പറഞ്ഞാൽ ഓം എന്ന് അവിടുന്ന് പറയും. 2 അരയന്നങ്ങൾ അവർ പറയും. നമ്മൾ ഓം എന്ന് പറയും, അവിടുന്ന് ഓം എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് റിപ്ലൈ തരും. പിന്നെ അവിടെ കുളിക്കാൻ നമ്മൾക്ക് ഇത്ര വരെ വെള്ളത്തിൽ, അരവര വെള്ളത്തിൽ നമുക്ക് പോവാം. ഞാനതിൽ പണ്ട് നീന്തിയിട്ടുമുണ്ട്. പിന്നെ നമുക്ക് അന്നൊന്നും ഇത്ര റിസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നില്ല. കുളിക്കരുത്, വെള്ളം തൊടരുത്, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ കാല് തൊട്ട് വെക്കും. അമ്മ ഗംഗ അല്ലേ, അമ്മ എന്നെ കുളിപ്പിക്കണേ, ഞാൻ മാപ്പ് ചോദിക്കണു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ട് സണ്ണിന് ജൽ ചടായിച്ചു. എന്നിട്ട് പിന്നെ നമ്മൾ കുളിക്കാൻ പറഞ്ഞാൽ സോപ്പൊന്നും യൂസ് ചെയ്യരുത്, ജസ്റ്റ് ഇങ്ങനെ മുങ്ങിയിട്ട് വരാം. അത് എത്ര വേണമെങ്കിലും മുങ്ങാം. അവിടെ നോർത്ത് ഇന്ത്യൻസൊക്കെ ഇങ്ങനെ മഗ് എടുത്തിട്ട് വെള്ളം ഒഴിക്കും, പക്ഷേ നമ്മളൊക്കെ മുങ്ങി കുളിക്കും. കുറേ തവണ മുങ്ങി കുളിക്കും. ഇപ്പം അതവർ നിർത്തി, ചൈനക്കാർ. അത് കഴിഞ്ഞാൽ പിന്നെ കൈലാസത്ത് പോവും. കൈലാസത്തിൽ ദാർച്ചിൻ എന്ന് പറഞ്ഞ സ്ഥലമാണ് നമ്മളുടെ ഫസ്റ്റ് ടൈം നമ്മളുടെ താമസിക്കേണ്ട സ്ഥലം. അവിടെയൊക്കെ മഡ് ഹൗസ് ആയിരുന്നു അന്നൊക്കെ. പക്ഷെ ഇപ്പൊക്കെ നല്ല നല്ല ഹോട്ടലുകൾ വന്നിട്ടുണ്ട്, നല്ല നല്ല താമസമാണ്. ഇപ്പോൾ ഒരാൾ പോകുമ്പോൾ അവർക്കൊരു കൈലാസ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചുറ്റി വരുന്നു എന്നുള്ള പോലെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ തോന്നും. ഇപ്പം നമ്മളത് പറഞ്ഞാലും കൂടെ ഒരു വിശ്വസിക്കില്ല, ഇത്ര നല്ല ഹോട്ടല്, ഇത്ര നല്ല ഭക്ഷണം, പിന്നെ ക്ലൈമറ്റ്, പിന്നെ ഭഗവാന്റെ മുകളിലാണ് നമ്മളെ എങ്ങനെ കൊണ്ടുപോകേണ്ടത്. മാം,
ഇപ്പോൾ പലർക്കും ഉള്ളൊരു സംശയമാണ് നമുക്ക് കൈലാസത്തിൽ പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അതായത് പോയാൽ തിരിച്ചു വരുമോ, ഇങ്ങനെയുള്ള ഇതാണ് കൂടുതൽ നമ്മൾ കേൾക്കുന്നത്. ശരിക്കും അതിൻ്റെ സത്യാവസ്ഥ എന്താ? സത്യാവസ്ഥ അവരുടെ തെറ്റിദ്ധാരണ. ഒന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മൾക്ക് ജസ്റ്റ് നമ്മൾ ചോറ്റാനിക്കര പോയി വരുമ്പോൾ നമുക്ക് വരാം, ഒരു പ്രശ്നമില്ല. പണ്ട് ഞങ്ങൾ ബുദ്ധിമുട്ടി പോയിട്ടുണ്ട്, ഇന്ന് ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പം നമ്മൾ വെറും ഭഗവാനെ മാത്രമേ കാണണ്ടെന്ന് വെച്ചാൽ നമുക്ക് പ്രൈവറ്റ്ലി പോവാം. പ്രൈവറ്റ്ലി ഇവിടുന്ന് കാഠ്മണ്ഡു ബൈ ഫ്ലൈറ്റ്, അവിടുന്ന് ലാൻഡ് ക്രൂസർ അല്ലെങ്കിൽ ബസ്. 4ാമത്തെ ദിവസം നമ്മൾ മാനസരോവറിലെത്തുന്നു. അവിടെ എത്തിയിട്ട് ഇപ്പോൾ വലഞ്ചിട്ടിൽ നമ്മൾ കാലും കൊണ്ടല്ല, ഇപ്പോൾ വണ്ടിയിലാണ്. വെരി ഈസി. അത് കഴിഞ്ഞ് കൈലാസത്തിലെത്തുന്നു. കൈലാസത്തിൽ ഒന്നുമില്ല, നമ്മൾ ഇന്ത്യയിൽ നടക്കുമ്പോൾ നടക്കാൻ പറ്റും, തണുപ്പുണ്ട്, അത്ര തന്നെ. കാശ്മീർ പോവാറില്ലയോ, അത്രയേ ഉള്ളൂ. ഇതൊക്കെ പണ്ടത്തെ കാലത്ത് അതാണ്. നമ്മൾ കാശി പോകുമ്പോൾ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകും, വരുമോ ഇല്ലയോ അറിയില്ല എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതുപോലെ കൈലാസത്തിലും അവർ തിരിച്ചു വരുമോ, മരിക്കില്ലേ എന്നുള്ളത്, അതൊക്കെ തെറ്റിദ്ധാരണയാണ്. ഒരു പ്രശ്നമില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു എന്താ പറയുക, എക്സാമ്പിൾ ഇതാണ്. ഞാൻ 26 തവണ പോയിട്ട് എനിക്ക് കയ്യിന് പ്രശ്നമില്ല, കാലിന് പ്രശ്നം. ഉൾട്ട ഞാൻ എൻ്റെ കമറിലൊരു പ്രശ്നമുണ്ട്, ഇടുപ്പ് വേദന. ഒരു ട്രെയിൻ ആക്സിഡൻ്റ് ആയിട്ട് എനിക്ക് ഇടുപ്പ് വേദനയുണ്ട്. ഡോക്ടർ പറയും ഒരിക്കലും കൈലാസയാത്ര പോകരുത്, ഇനി ഒരിക്കലും വൈഷ്ണോദേവിയിൽ പോകരുത്, മല കയറരുത്. ഞാൻ അതേ ചെയ്യൂ. ഇത്തവണ 25 ഞാൻ പോയപ്പോൾ ആൾ ഓഫ് ദ സഡനാണ് പ്രോഗ്രാം ആയത്. ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് സമയം കിട്ടിയില്ല പാക്കിങ് ചെയ്യാൻ. സോക്സ് മുതൽ കണ്ട് കൊണ്ടുപോയിട്ടില്ല, വിൻഷീറ്റർ മുതൽ കണ്ട് ഞാൻ കൊണ്ടുപോയിട്ടില്ല. ഒരു സെറ്റർ കിട്ടി, അതെടുത്തിട്ട് ഞാൻ ഇറങ്ങിപ്പോയി. എൻ്റെ കയ്യിൽ സോക്സ് ഇല്ല, വേറെ ഒരു സെറ്റർ ഉണ്ടായിരുന്നു, വിൻഷീറ്റർ ഇല്ല, ടോപ്പി ഇല്ല, ഒന്നുമില്ല. ഒരു ജൂത്ത ഉണ്ട് ബസ്, അത് മാത്രം ഷൂ ഇട്ടിട്ട് ഞാൻ പോയത്. തിരിച്ചു വന്നില്ലേ, ഒരസുഖം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണയാണ്. ഞാനതൊന്ന് അവരുടെ ആ തെറ്റിദ്ധാരണയൊന്ന് തീർക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്യും, അത് അതിനുള്ള എനിക്ക് തോന്നുന്നു ഒരു ലിവിങ് എക്സാമ്പിൾ ആണ്. 26 തവണ പോയിട്ട് വന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് 19 തവണ ഇന്ത്യൻ ടൂറിൽ ഒരു മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ ത്രൂ ആണ് പോവുക. അതിന്റെ ത്രൂ പോയി. അതിൽ പ്രശ്നം ഇതാണെന്ന് വെച്ചാൽ മെഡിക്കൽ എടുക്കും. നമ്മളുടെ നെയിൽസും മുടിയല്ലാതെ ബാക്കി എല്ലാം മെഡിക്കൽ എടുക്കും. അപ്പോൾ അതിൽ പാസ്സാവണം. അതും ഭഗവാന്റെ കൃപയാണ്. ഒരു BP ഇല്ല, എനിക്കൊരു BP ഇല്ല, ഒരു ഷുഗർ ഇല്ല, ഒന്നുമില്ല. പിന്നെ ഇപ്പോൾ TMT കൊടുക്കണം, അതിലും ഞാൻ കൊടുക്കും. 14 മിനിറ്റ് കണ്ടിന്യൂസ്ലി കൊടുക്കും. അപ്പോൾ ഇടുപ്പിൻ്റെ വേദനയുടെ അവർക്കൊന്നും അറിയില്ല, എനിക്കുണ്ട്, പക്ഷെ അവർക്കൊന്നും അറിയാൻ പോകുന്നില്ല. അങ്ങനെ പോകും. മെഡിക്കൽ ഇന്ന് വരെയും മെഡിക്കൽ അൺഫിറ്റ് ആയിട്ടില്ല. പ്രൈവറ്റ്ലി പോകുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ആർക്ക് വേണമെങ്കിലും പോവാം. നമ്മളുടെ ഒരു എയിമേ ഉള്ളൂ, ഭഗവാനെ കാണണം, ഭോലേനാഥിനെ കാണണം, മാനസരോവർ കാണണം. അവിടുത്തെ നാച്ചുറൽ, നമ്മൾ ഹിന്ദുസിന് നമ്മൾ ഭഗവാൻ ശിവൻ എന്ന് പറഞ്ഞാൽ, കൈലാസം എന്ന് പറഞ്ഞാൽ സാക്ഷാത്താ. ബാക്കി എല്ലാവിടെയും നമ്മൾ ഉണ്ടാക്കിയ മൂർത്തി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതിൽ നമ്മൾ ഇപ്പോൾ ശിവൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ ആലോചിക്കുക, ശിവലിംഗം, ആ കറുത്തൊരു ശിവലിംഗം, അതല്ലേ നമുക്കറിയൂ. പക്ഷെ ഒരു തവണ നിങ്ങൾ കൈലാസത്ത് പോയി കഴിഞ്ഞാൽ ശിവലിംഗം നിങ്ങളുടെ കണ്ണിൽ വരില്ല, ആ കൈലാസ പർവ്വതം വരെ. അതൊരു ഭയങ്കര ഒരു എനിക്കിപ്പോൾ ഞാൻ കണ്ണടച്ചാൽ ഇപ്പോൾ 19 ലിംഗം ഉണ്ടല്ലോ, കാശി മറ്റേ എന്നൊക്കെ 12 ലിംഗം ഉണ്ട്. അതിൻ്റെ ഒരു ഇതുണ്ട്. അത് നമ്മൾ ഓരോന്ന് പറയുമ്പോഴും ഞാൻ അവിടെ എത്താറുണ്ട്. ഓംകാരേശ്വർ പറയുമ്പോൾ അവിടെ എത്തും. ഇവിടെ എന്താ പറയുക, ഗുജറാത്തിൽ സോംനാഥ്, പിന്നെ കാശിയിൽ വിശ്വനാഥ്, പിന്നെ അങ്ങനെയുള്ള ആ 12 ഭോലേനാഥിൻ്റെ രൂപങ്ങളുണ്ട്. അവിടെയൊക്കെ പറയുമ്പോൾ ഞാൻ ആ സ്ഥലത്ത് ഞാൻ നേരിട്ടെത്തും. ഞാൻ എല്ലാവിടെയും എൻ്റെ ഫിനിഷായി. എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ട് ശിവലിംഗിൻ്റെ. ഇപ്പം മാം ഇത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഇപ്പം നമുക്കിപ്പോൾ പറഞ്ഞല്ലോ ഗവൺമെന്റ് ത്രൂവും പോവാം, പ്രൈവറ്റും പോവാം. അതിന്റെ ഒരു ഡീറ്റെയിൽസ്, അതായത് ഇപ്പൊ ആർക്കെങ്കിലും അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ജനുവരി ഫെബ്രുവരി ആയിട്ട് അവർ പേപ്പറിൽ കൊടുക്കും അഡ്വർടൈസ്മെന്റ്, ഗവൺമെന്റ്. ആൻഡ് അതിൽ നമ്മൾക്ക് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്താൽ നറുക്കെടുപ്പാണ് അവിടെ. ആ നറുക്കെടുപ്പിൽ നമ്മളുടെ പേര് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൽ അവർ നമ്മളെ വിളിക്കും. അതിനെന്തോ ഒരു ഫീസ് കൊടുക്കണം. അത് ഇപ്പോൾ ഞാനിപ്പോൾ കുറേ ആയിട്ട് പോയിട്ടില്ലല്ലോ അതിൽ, അപ്പോൾ അത് കാരണം അത് ഫീസ് ഇപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ട്. അതിൽ നമ്മൾക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളെ വിളിക്കും. വിളിച്ചിട്ടാണ് പിന്നെയാണ് നമ്മൾ ആ നറുക്കെടുക്കുന്നതിൽ എടുത്തു കഴിഞ്ഞാണ് മെഡിക്കൽ എടുക്കുക. മെഡിക്കൽ അൺഫിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോകാൻ പറ്റില്ല. നമ്മളുടെ അടച്ച പൈസ നമ്മളുടെ
ലോസ് ആവും. മെഡിക്കലിൽ ഫെയിലായി കഴിഞ്ഞാൽ അവർ അയക്കില്ല, അവർക്കൊരു പേടിയാണ്. അപ്പോൾ അവിടെ പോയിട്ട്, പക്ഷേ അതൊക്കെ അതും അവരുടെ തെറ്റിദ്ധാരണയാണ്. ആവണമെങ്കിൽ നമുക്ക് ഇന്ത്യയിലും ആവാം, അവിടെ പോയിട്ട് ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. അത് ഞാൻ പലതവണ ഈ ആർഗ്യുമെന്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുഞ്ചി പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ പോയിട്ട് ITBP ഒരു മെഡിക്കൽ എടുക്കാം. അതിൽ ഞാൻ ആദ്യം തന്നെ പറയും, അച്ചാർ കഴിക്കരുത്, പപ്പടം കഴിക്കരുത്, കാരണം നെക്സ്റ്റ് ഡേ BP അത് ഹൈ ആയാലോ. എന്നാലും ഈ BP പ്രോബ്ലം ഉള്ളവർക്ക് BP ഹൈയേ കാണും. അപ്പോൾ ആ ഡോക്ടേഴ്സ് പറയും പോകരുതെന്ന്. അപ്പോൾ ഞാൻ പറയും, മരിക്കണമെങ്കിൽ നമ്മളുടെ കയ്യിലല്ല, അത് ഭഗവാന്റെ കയ്യിലാണ്. അവിടെ പോയിട്ട് മരിച്ചോളണമെന്നില്ല, അവിടെ പോയിട്ട് തിരിച്ചു വരാനും പറ്റും. മരിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയം നമ്മൾക്ക് എഴുതിയിട്ടുണ്ട്, അതാരും മാറ്റാൻ പറ്റില്ല. അതെവിടെയായാലും പോകണം, വീട്ടിലിരുന്നിട്ടായാലും പോകും. അത് പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല, അവർ പറയും ഞാൻ ഭ്രാന്തിയാണെന്ന് പറയും. ഏതോ പാകല്ലേ, അങ്ങനെയാണ്. പിന്നെ ഇന്ത്യൻ ടൂറിൽ മെഡിക്കൽ, മറ്റേ പ്രൈവറ്റ് ടൂറിൽ ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് പ്രൈവറ്റ് ടൂറിസിന് ഉണ്ട്, ഇപ്പോൾ കുറേ ഉണ്ട്. പണ്ടൊക്കെ ലിമിറ്റഡേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ തൊട്ട് 90 പ്രൈവറ്റ് ടൂറിസം. ഇപ്പം നമ്മളുടെ ഇന്ത്യയിൽ തന്നെ, കേരളത്തിൽ തന്നെ എത്ര ഉണ്ട്? ഇന്ത്യയിലുണ്ട്. പിന്നെ നമ്മുടെ ഒരു സ്വാമിയില്ലേ, എന്താ പറയുക, കോയമ്പത്തൂർ, റിച്ചല്ല, അരെ എന്താ ശിവജിയുടെ മൂർത്തിയുള്ള ഒരു സദ്ഗുരു, അവർ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ അവർ ചാർജ് നന്നായിട്ട് എടുക്കേണ്ടത് കേട്ടു. നല്ല നല്ല ട്രിപ്പാണ് അതൊക്കെ കേട്ടു, സദ്ഗുരു കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെ എത്രയാ, ഹൈദരാബാദിലുണ്ട്, ഗുജറാത്തിലുണ്ട് ഏജൻസി. പക്ഷെ അവർക്കൊക്കെ ഒരു ഏജൻസി നമ്മൾ നേപ്പാളിൽ നിന്ന് അവിടുത്തെ ആൾക്കാർ വേണം, ഷെയർപാസിൻ്റെ ഹെൽപ്പ് വേണം. അല്ലാണ്ട് നമ്മൾക്ക് ഇന്ത്യൻസിന് ഒന്നും ചെയ്യാൻ കൂട്ടി കഴിയില്ല. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് പ്രൈവറ്റിൽ പോകാനാണ് ഇപ്പോൾ ആൾക്കാർ അധികം ശ്രമിക്കുന്നത്, കാരണം മെഡിക്കൽ വേണ്ട. അതുപോലെ എനിക്ക് തോന്നുന്നു ഈസി ആണെന്ന് തോന്നുന്നു. ഈസി. പിന്നെ നമുക്ക് ഇവിടെ മറ്റേ ഇന്ത്യൻ ടൂറിൽ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു മാസം നടക്കേണ്ടതാണേ. ഫുൾ 15 ദിവസം 12 ദിവസം പോവാൻ, അതും എന്തോ ബുദ്ധിമുട്ടുള്ള മല. അത് കയറി ഇറങ്ങണം. പിന്നെ രാവിലെ 4 മണിക്ക് നടക്കാൻ തുടങ്ങിയ രാത്രിയൊക്കെ ചില സമയത്ത് എത്തുക. അതിൽ നമ്മളുടെ 1999 ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്. പ്രതിമ ബേദി പറഞ്ഞിട്ടൊരു ഡാൻസുകാരി, കബീർ ബേദിയുടെ വൈഫ്. ആ ഗ്രൂപ്പ് പോയത് മല വീണിട്ട് ആ ഗ്രൂപ്പെല്ലാം ആ ഹട്ടിൽ മരിച്ചു. 60 ഞങ്ങളുടെ യാത്രികൾ, 60 യാത്രികളുടെ പിട്ടു, ആ പോർട്ടേഴ്സ് പോലുള്ള, പിന്നെ അവരുടെ ഗോഡ, അവരുടെ എല്ലാം പോയി, അതിലൊക്കെ പോയി, ഫുൾ ആൾക്കാർ പോയി. അതിൻ്റെ ശേഷം ഞങ്ങൾ പോയത് 2000 പോയത് ഞങ്ങൾ ആ മലയുടെ മുകളിൽ കൂടെ. അപ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ പറയണേ, മഴയിൽ മണ്ണിടിഞ്ഞ് വരുമ്പോൾ അതിൽ നിന്ന് സ്വർണ്ണവള, ചെയിന് ഒക്കെ കിട്ടി ആ ആൾക്കാരുടെ. പ്രതിമാ ബേദി എന്ന് പറയും. അതേ ഗ്രൂപ്പിൽ എനിക്ക് പോകണമായിരുന്നു. അതിൽ അമ്പി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലൈസൻസ് ഓഫീസറായിരുന്നു. അവരെ എൻ്റെ ഫസ്റ്റ് ടൈം പോകുമ്പോൾ ലൈസൻസ് ഓഫീസർ ഉണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ടായിരുന്നു. അവരെന്നോട് പറഞ്ഞു, ഞാൻ ലക്ഷ്മി നിനക്ക് അതിൽ പോകണം, എന്താ വെച്ചാൽ എൻ്റെ ഫ്രണ്ട് പോകുന്നുണ്ട്, അപ്പം നിനക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ ഒപ്പം പോകുന്നൊരു സ്ത്രീ ഉണ്ട്, അവരുടെ ഒപ്പം ഞാൻ പോകാൻ പറ്റൂ, എനിക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. ഞാൻ ആ അമ്പിയെ വിളിച്ച്, ഓഫീസിൽ വിളിച്ച് എല്ലാ ട്രെയിനിങ്ങും കൊടുത്തു. എന്താ ചെയ്യേണ്ടത്, ലൈസൻസ് ഓഫീസറുടെ ജോലി എന്താണ്, ചൈനയിൽ പോയാൽ എന്താണ്, ഇവിടെ എന്താണ്, പിന്നെ അതെല്ലാം പറഞ്ഞു കൊടുത്തു. ഡ്രസ്സപ്പ് ചെയ്യേണ്ടത് പറഞ്ഞു കൊടുത്തു, എവിടെയാണ് നമ്മൾ ഫുൾ ഡ്രസ്സ് ഇടേണ്ടത്, എവിടെയാണ് ഇല്ല വേണ്ടാത്ത, പിന്നെ ഭക്ഷണം കഴിക്കേണ്ടതിൻ്റെ ആര് വേണ്ടെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കഴിക്കണം. പിന്നെ ചില സ്ഥലത്ത് നമ്മൾ 4 മണിക്ക് എണീച്ച് ഇറങ്ങണം, ചില സമയത്ത് നമ്മൾ 10 മണിക്ക് പോയാൽ മതി, കുറച്ച് ദൂരയിൽ വെച്ച് 10 മണിക്ക് അങ്ങനെ പോയാൽ മതി. അതൊക്കെ എല്ലാം ട്രെയിൻഡാക്കി. അപ്പോൾ അതിൽ പറഞ്ഞു, എനിക്ക് ശരിക്കും ഇപ്പം ഞാൻ കൈലാസത്ത് പോയി വന്ന പോലെ തോന്നുന്നു ലക്ഷ്മി എന്ന് പറഞ്ഞു. അവർ പോയി കേട്ടോ. അവർ പോയി. ഞാൻ തിരിച്ചു വന്ന് 4ാമത്തെ ദിവസം ഞാൻ ഓഫീസിൽ പോകാൻ റെഡിയാവുന്ന സമയത്ത് എൻ്റെ ആ ലൈസൻസ് ഓഫീസറുടെ ഫോൺ വന്നു, കരഞ്ഞും കൊണ്ട്. ഞാൻ വിളിച്ചു, ചന്ദർ എന്താ ചിരിക്കുകയാണോ കരയുകയാണോ ചോദിച്ചു. രാജ് തും TV ഖോലോ, TV തുറക്ക്, TV തുറക്ക്. ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ ഡ്രസ്സപ്പ് ചെയ്യണം, ഓഫീസിൽ പോകാനാ, നീ TV തുറക്കാം. TV തുറന്നപ്പോൾ അതിൽ ന്യൂസ് വരുന്നു, അവിടെ ആ സ്ഥലത്ത് മാൽപ്പ എന്ന് പറഞ്ഞ സ്ഥലത്ത് മല വീണിട്ട്, ആ ഹട്ടിൻ്റെ മുകളിൽ മല വീണിട്ട് എല്ലാവരും പോയി, ആരും അതിൽ ഇപ്പം ജീവിച്ചിരിക്കണില്ല എന്നും പറഞ്ഞിട്ട്. എന്നിട്ട് അയാൾ ഇതാണ് പറയണത്, എൻ്റെ പറയൽ കേട്ട് നീ പോയതാണെങ്കിൽ നീയും പോയേനെ. ഞാൻ പറഞ്ഞു, എൻ്റെ സമയമായിട്ടില്ല. ഞാൻ പറഞ്ഞു, ഇതാണ് എൻ്റെ സമയമായിട്ടില്ല. അവരുടെ സമയമായിരുന്നു. അതിൻ്റെ 4 ദിവസം മുമ്പ് ഞങ്ങൾ അവിടെ കടന്നു വന്നതാണ്, നൈറ്റ് സ്റ്റേ ചെയ്ത് വന്നതാണ്.
അപ്പോൾ ഒക്കെ സമയം എഴുതിയിട്ടുണ്ട്. അങ്ങനെ പല ഇത് ഉണ്ടായിട്ടുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എക്സ്പീരിയൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മാം, ഇപ്പം 26 തവണ പോയ കാര്യം പറഞ്ഞു. അതുപോലെ ഒട്ടും ഭഗവാനെ, അതായത് നോക്കിയിരുന്ന ഒരാളല്ല, വന്ദിച്ചിരുന്ന ഒരാളല്ല, പക്ഷെ ഇപ്പം ഹാർഡ് കോർ ആയിട്ട് ഭഗവാനെ ഇഷ്ടമാണ്, അതെ അല്ലെങ്കിൽ വന്ദിക്കുന്ന ഒരാളാണ്. അതെ ഇപ്പം എന്ന് പറഞ്ഞ പോലെ ആ ഒരു ഭഗവാന്റെ എക്സ്പീരിയൻസ് കിട്ടുന്ന രീതിയിൽ, അതിപ്പം ആരും ആയിക്കോട്ടെ, ഇതൊരു കൃഷ്ണനായിക്കോട്ടെ, ഭഗവതി ആയിക്കോട്ടെ, ശിവനായിക്കോട്ടെ, ആ ഒരു ഭഗവാൻ ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്ത അനുഭവങ്ങളൊന്നും share ചെയ്യൂ. ഭഗവതിയുടെ എനിക്ക് എല്ലാ ഓരോ കാലടിക്കും എൻ്റെ ഭഗവതിയുടെ എക്സ്പീരിയൻസ് ഉണ്ട്. അത് ഒന്നല്ല, 1008 ഉണ്ട്. ഞാൻ കുട്ടിക്കാലം മുതലേ വിളിച്ചാൽ ഞാൻ വല്ല ഭ്രാന്തി കുട്ടികളെ പോലെ സംസാരിച്ചിരുന്നു ഭഗവതിയോട്. അപ്പോൾ അതൊക്കെ അത് പറഞ്ഞാൽ ഒരു കണക്കില്ല. അത് തുറന്നാൽ നമുക്ക് ശിവരാത്രി വേണം സംസാരിക്കാൻ. പക്ഷെ ഒരു കൃഷ്ണൻ്റെ ഒരു ഇത് പറയാം. കൃഷ്ണൻ്റെ ഒരു ഞാൻ കൃഷ്ണനെ മാനിക്കുന്നവളല്ലായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ ഭയങ്കര കൃഷ്ണഭക്തിയായിരുന്നു. അപ്പോൾ അമ്മ എപ്പോഴും ഗുരുവായൂരപ്പൻ ടെമ്പിളിൽ പോവും നാട്ടിലെ. അപ്പോൾ ഒരു ദിവസം ഞാൻ ഇവിടുന്ന് ഞാൻ ഗുരുവായൂർ കണ്ടില്ലായിരുന്നു ആ സമയത്തൊന്നും. ഞാൻ ഡൽഹി പോയതിന് ശേഷം എനിക്ക് ചോറ്റാനിക്കര അമ്മയെ കാണാൻ ആഗ്രഹം തോന്നി. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് ചോറ്റാനിക്കര പോകണം അമ്മേ, ഒന്ന് പോവുക ചോദിച്ചു. അമ്മ പറഞ്ഞു ഓക്കെ വരൂ. ഞാൻ വന്നു. അമ്മയും അമ്മയുടെ ഒരു അസിസ്റ്റൻ്റ് എന്ന് പറയാം, ഒരു സ്ത്രീ എപ്പോഴും ഒത്തു നടക്കുന്ന, അവരും കൂടെ പോയി. അപ്പോൾ അവരുടെ ഒരു ടൂറ് ഗുരുവായൂർ ടെമ്പിൾ, പിന്നെ മറ്റേ ടെമ്പിൾ ഉള്ള അങ്ങനെ ഒരു ടൂറാണ് അവരുടെ പോവുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ പോയപ്പോൾ അവർ ആദ്യം ഗുരുവായൂർ പോയി. ഗുരുവായൂർ പോയിട്ട് ഞങ്ങളവിടെ എത്തിയതും നട അടച്ചു. നട അടച്ചപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു, അമ്മ എനിക്ക് കൃഷ്ണനെയൊന്നും ഇഷ്ടമല്ല, അമ്മ കാണണമെങ്കിൽ കണ്ടോളൂ, അല്ലെങ്കിൽ നമുക്ക് ചോറ്റാനിക്കര, എനിക്ക് അവിടെ ചോറ്റാനിക്കര എത്താൻ ധൃതിയാവണോ എന്ന് പറഞ്ഞു. അമ്മ പാവം എൻ്റെ വർത്തമാനം കേട്ട് ചലോ പോവാ എന്ന് പറഞ്ഞ് നട അടച്ച് തുറക്കാൻ നിന്നില്ല. ആ 2 മിനിറ്റ് അടച്ചിരിക്കുന്ന തുറക്കാൻ ഞാൻ സമയം കൊടുത്തില്ല. ഞാൻ അവിടുന്ന് പോയി. ഞങ്ങൾ ചോറ്റാനിക്കര പോയി, നന്നായി ദർശനമൊക്കെ കഴിച്ച് ഞാൻ തിരിച്ച് ഡൽഹി ഹാപ്പിയായി. എൻ്റെ കാര്യം നടന്നു. ഞാൻ ഭഗവതിയെ മാനിക്കണു എന്നുള്ള ഡൽഹി പോയി. എൻ്റെ ഒരു കാര്യവും നടക്കണില്ല. എല്ലാ കാര്യവും ഇതാവണു, പക്ഷെ കാര്യം നടക്കില്ല. അപ്പോൾ അച്ഛനോടും അമ്മയോടും ഞാൻ എഴുതി, പിന്നെ എന്താ ഒന്ന് എൻ്റെ ജാതകം വെച്ച് നോക്കുമോ, എൻ്റെ ഒരു കാര്യം ആയി എന്ന് പറഞ്ഞിട്ട് ആവണില്ല, അപ്പോൾ എന്താ അതിൻ്റെ പ്രശ്നം എന്ന്. അപ്പം നോക്കിയപ്പോൾ പറഞ്ഞു എന്തോ ഗുരുവായൂരപ്പൻ്റെ ഒരു കോവുണ്ട്. അപ്പം ഞാൻ നോക്കിച്ച ആള് പറഞ്ഞു, ജോത്സ്യൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഗുരുവായൂരപ്പനെ ഞാൻ മാനിക്കുന്നില്ലേ, പിന്നെ ഇപ്പം എന്തിനാ എന്നോട് ദേഷ്യപ്പെടണ? അപ്പം നമ്മൾ സ്നേഹിക്കണ്ടെങ്കിലേ നമ്മൾ ദേഷ്യപ്പെടും. ഞാൻ ഭഗവാനായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഇല്ല. അപ്പോൾ പിന്നെ എന്താ അതെ ചോദിച്ചു. പറഞ്ഞു എന്തോ ഉണ്ട്. അപ്പം ഞാനിങ്ങനെ ടെൻഷൻ, എന്താണ് എൻ്റെ കാര്യമൊന്നും നടക്കാത്തത്, ഗുരുവായൂരപ്പനെ ഞാൻ മാനിക്കുന്നില്ലേ, പിന്നെ ഇപ്പം എന്തിനാ എന്നോട് ദേഷ്യപ്പെടണേ അല്ലേ? അപ്പോൾ അതാ വിചാരിച്ചത്. പക്ഷേ എനിക്കൊരു ദിവസം എൻ്റെ സ്വപ്നത്തിൽ പോലെ വന്നു, എന്നെ അവമാനിച്ചു എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി, എനിക്ക് തന്നെത്താനെ അത് എൻ്റെ ഓർമ്മയിൽ വന്നു. ഞാൻ നട അടച്ചിട്ട് അത് തുറന്നാലേ എത്ര പോകാൻ പാടും. ആ നട അടച്ചിട്ട് ഒരു 5 മിനിറ്റിന് അടയ്ക്കുമല്ലോ, എപ്പോഴും അടയ്ക്കും തുറക്കും. അത് തുറന്നാലേ എത്ര ഇവിടുന്ന് പോകാൻ പാടും. അപ്പം ഞാൻ അതാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു, എന്താണ് അത്, അതിനെന്താ പ്രായശ്ചിത്തം ചെയ്യുക ചോദിച്ചു. അപ്പോൾ അത് ജോത്സ്യൻ പറഞ്ഞു, ശയന പ്രദർശനം, അല്ലാണ്ട് വേറെ യാതൊരു അത്രയും തെറ്റാ ചെയ്തത്, അതിന് ശയന പ്രദർശനം എന്ന് പറഞ്ഞു. ഞാൻ അതേ സമയത്ത് ഒന്നും ചോദിച്ചാൽ ഞാൻ നാട്ടിൽ പോയില്ല, നേരെ കൊച്ചി ഇറങ്ങി ഗുരുവായൂർ ടെമ്പിളിൽ പോയി. ഗുരുവായൂർ ടെമ്പിളിൽ പോയി അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു, അവിടെ കുളത്തിൽ പോയി കുളിച്ച് ഇറൻ തുണിയോടുകൂടെ വലം ചുറ്റണം, കിടന്നിട്ട് ഉരുളണം. അപ്പോൾ ഞാൻ കുളിച്ചു. എൻ്റെ പാരുണ്ടല്ല. അപ്പോൾ ആൾക്കാർ പറഞ്ഞു നിങ്ങളുടെ ഒപ്പം ആരാ ഉള്ളത്, എന്താ വെച്ചാൽ വളയും, ഇങ്ങനെ വളഞ്ഞ് പോണ്ടേ, അപ്പോൾ നമ്മൾ ആ വഴി തെറ്റും. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഒപ്പം കൃഷ്ണനെ ഉള്ളൂ, എന്നെ വിളിച്ച ആളെന്നെ ഉള്ളൂ, അല്ലാണ്ട് എൻ്റെ ഒപ്പം ആരുമില്ല. അപ്പോൾ നോയിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കണ്ണടക്കണേ, കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് തല ചുറ്റും, അപ്പോൾ കണ്ണടച്ചിട്ടാ ചെയ്യാം. ഞാൻ നടയിൽ കിടന്നു, ഉരുണ്ടിട്ട് ലാസ്റ്റിൽ വന്ന് ഭഗവാന്റെ മുമ്പിൽ നിന്നു, നട തുറന്നു, ദർശനം ചെയ്തു, മാപ്പ് ചോദിച്ചു, ഞാൻ പോയി. അതിൻ്റെ ശേഷം ഞാൻ പോയതിൻ്റെ ശേഷം എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും നടന്നു. അപ്പോൾ ഇതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ആക്ച്വലി സ്ത്രീകളൊക്കെ നടക്കാൻ പാടില്ല. അതിൻ്റേതായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. ലക്ക് ഭഗവാൻ എന്നെ കൊണ്ട് ചെയ്യിക്കാൻ ഉദ്ദേശിച്ചതിന് ഞാൻ പ്രദർശനം വെച്ചു. ആ ദിവസം വൈകുന്നേരം ഈവനിങ് ന്യൂസിൽ
വന്നു പെണ്ണുങ്ങൾക്ക് ശയനപ്രദക്ഷിണം ഇനി മുതൽ ഇല്ല. അതിന് പകരം കാല് ചവിട്ടി വെച്ചിട്ടുള്ള അടിപ്രദർശനം വെച്ചാൽ മതി. പിന്നെ പെണ്ണുങ്ങൾക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് അവരുടെ ആമക്കളെ ചെയ്യിക്കാം, പിന്നെ ഭർത്താവിനെ ചെയ്യിക്കാം, അച്ഛനെ കൊണ്ട് ചെയ്യിക്കാം, ചേട്ടന്മാരെ കൊണ്ട് ചെയ്യിക്കാം, അങ്ങനെയായി. അപ്പൊ അതിൽ നോക്കൂ, എൻ്റെ ശയനപ്രദർശനത്തിന് വേണ്ടി ശ്രീകൃഷ്ണൻ വെയിറ്റ് ചെയ്തു. ആ ദിവസം മുതൽ ഇന്ന് വരെ പെണ്ണുങ്ങൾ ശയനപ്രദർശനം ചെയ്ത് കണ്ടിട്ടില്ല. അത് വലിയൊരു എക്സ്പീരിയൻസ് ആണ്. മാം, എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്. ആക്ച്വലി ക്വസ്റ്റ്യൻ ഭയങ്കര ചൈൽഡിഷ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എന്നിരുന്നാലും ഒരു കൗതുകത്തിന്റെ പുറത്ത് ചോദിക്കാം, കൈലാസത്തിൽ പരമശിവൻ ഉണ്ടോ ശരിക്കും? തീർച്ചയായിട്ടും ഉണ്ട്. അതിനൊരു ക്വസ്റ്റ്യനേ ഇല്ല അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു നിരീശ്വരവാദിയായിരുന്നു ശിവന്റെ മുകളിൽ. എനിക്ക് നമ്മൾ ആ കൈലാസം കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൽ തന്നെ തോന്നും, അതിൽ ശിവനെയും കാണും, മുഖവും കാണും. പക്ഷേ നമ്മൾ ഇന്നർ പരിക്രമ ഇപ്പം ഞാൻ ചെയ്തിട്ടില്ല. ഇന്നർ പരിക്രമ എന്ന് പറഞ്ഞാൽ ആ കൈലാസത്തിൻ്റെ ഉള്ളിൽ പോവാത്രേ. അവിടെ ഒരു നമ്മളീ ഒരു മലയാളത്തിലൊരു ഇതില്ലേ, 16 പടി കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാൻ, അങ്ങനെ ഉണ്ട് അത്രേ. ഇപ്പോഴും വിശ്വകർമ്മ ഉണ്ടാക്കിയ ഇതാണ് കൈലാസം. അറിയോ, വിശ്വകർമ്മ ശിവനും പാർവതിക്കും വേണ്ടി, പാർവതിക്ക് ശിവൻ കൊടുത്ത ഇതാണ്, ബംഗ്ലാവാണ്. ശിവൻ പറഞ്ഞു വേണ്ട, എനിക്കതൊന്നും ആവശ്യമില്ല. പക്ഷേ പാർവതി പറഞ്ഞു ലക്ഷ്മിയും നല്ല നിലയ്ക്ക് കഴിഞ്ഞു, സരസ്വതി നല്ല നിലയ്ക്ക് കഴിഞ്ഞു, ഞാൻ മാത്രം ഇങ്ങനെ ഇരിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോൾ പാർവതിയുടെ നിർബന്ധപ്രകാരം വിശ്വകർമ്മയുടെ ശിവജി പറഞ്ഞതാണ് എനിക്കൊരു ബിൽഡിങ്, ഒരു ബംഗ്ലാവ് ഉണ്ടാക്കിത്താം. ആ ബംഗ്ലാവാണ് കൈലാസം. അതിൻ്റെ ഉള്ളിൽ ഇപ്പോഴും കേൾക്കണത് ആ ഭഗവാന്റെ ശിവൻ പാർവതി ഇങ്ങനെ നിൽക്കുന്നതും, പിന്നെ ശിവൻ തപസ്യ ചെയ്യുന്നതും. ശിവന് ഇഷ്ടമല്ലായിരുന്നു ബംഗ്ലാവ്, പക്ഷെ തപസ്യ തുടങ്ങി. പിന്നെ അവിടെ അവർ കിടന്നിരുന്ന കട്ടിലൊക്കെ കല്ല്, പിന്നെ ഡൈനിങ് ടേബിള് എല്ലാം ഉണ്ടെന്നാണ് പറയണത് ഇപ്പോഴും കൈലാസം. അതുകൊണ്ടല്ലേ രാവണൻ കൈലാസത്തിനെ ഇളക്കാൻ നോക്കിയത്, കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, സൗന്ദര്യം കണ്ടിട്ട്. കൈലാസത്തിന്റെ സൗന്ദര്യം കണ്ടിട്ടല്ലേ കൊണ്ടുപോകാൻ പോയത്. അപ്പോൾ അതാണ് അവര്. പിന്നെ നമ്മൾ പോയി ഇപ്പോൾ ദേരാപ്പൂക്കിൽ നിൽക്കും. ദേരാപ്പൂക്കിൽ ഇരുന്ന് രാത്രി നോക്കിക്കോളൂ, ആ അതിൽ തന്നെ കണ്ണു വെച്ചും കൊണ്ട് നോക്കണം. നമ്മൾക്ക് എന്തൊക്കെയോ രൂപം കാണും, എന്തൊക്കെയോ കാണും. നമ്മൾക്ക് പറയാൻ പറ്റില്ല അവിടെ ഭഗവാൻ ഇല്ല എന്ന്. എന്നാൽ അപ്പോൾ ഇത് അങ്ങനെ ശിവജി ഇങ്ങനെ ഇരിക്കുന്നൊന്നും കാണില്ല, അല്ലെങ്കിൽ വേറൊന്നും അങ്ങനെയൊന്നും കാണില്ല. പക്ഷെ നമ്മൾക്ക് ആ ഒരു ഫീലിംഗ് വരും. ഇപ്പം എന്നെപ്പോലുള്ള ഒരു നിരീശ്വരവാദി അവിടെ ഇത്ര തവണ കൊണ്ടുപോകാന്നുണ്ടെങ്കിൽ അപ്പം അത്രത്തോളം അവിടെ എന്തോ ഉണ്ട്. ആ പിന്നെ മാനസരോവറിൽ രാത്രി ഇരുന്ന് കഴിഞ്ഞാൽ താരകൾ വന്ന് കുളിക്കും, നക്ഷത്രങ്ങൾ വന്ന് കുളിക്കും, സപ്തഋഷി വന്ന് കുളിക്കുന്നത് കാണാം. പിന്നെ ചില സമയത്ത് അത് നല്ല ലക്ക് വേണം. ഞങ്ങൾ ഒരു തവണയെ കണ്ടിട്ടുള്ളൂ, ഓം പറഞ്ഞിട്ടൊരു സൗണ്ട് അങ്ങോട്ട് പോകും മുകളിലേക്ക് ഇതെന്ന്. അതൊക്കെ ഭഗവാൻമാർ വന്ന് കുളിക്കുന്നതാണെന്നാണ് പറയുക. രാത്രി ബ്രഹ്മമുഹൂർത്തത്തിൽ വന്ന് കുളിക്കുകയാണ് ഉള്ള ഇതാണ്. അത് പിന്നെ മാനസരോവറിൽ കാണാൻ പറ്റും. ശിവനെ എന്താ പറയുക, എനിക്ക് ഒരാഗ്രഹമുണ്ട് മരിക്കുന്നതിന് മുമ്പേ ഇന്നർ പരിക്രമ ചെയ്യണമെന്ന്, അവിടെ പോകണം എന്നുള്ളത്. പക്ഷെ അതിനെന്താ അറിയോ, അതിന് സ്പെഷ്യൽ എക്യുപ്മെൻറ്റ്സ് ഒക്കെ വേണം നമ്മൾക്ക്. അവിടേക്കൊന്നും അങ്ങനെ പോകാൻ പറ്റില്ല. പിന്നെ ഭക്ഷണമൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, മഞ്ഞല്ലേ, ഐസിലല്ലേ പോകണ്ടേ. പിന്നെ റസ്സിയൊക്കെ കെട്ടിയിട്ട് വേണം അതിൽ കൊണ്ടുപോകാൻ. അതിനുള്ള എക്സ്പീരിയൻസ് ആൾക്കാരൊക്കെ വേണം നമുക്ക്. അപ്പോൾ പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കയ്യിൽ വെക്കാൻ പറ്റും. അങ്ങനെ ഒരു ഇതുണ്ട്, അതൊന്ന് നോക്കണം. ഇത്തവണ എന്തായാലും മധുവിൻ്റെ ഒപ്പം പോയി വന്നതിന് ശേഷം നോക്കട്ടെ, അടുത്ത തവണ അതിൻ്റേതായിട്ടുള്ളൊരു ട്രിപ്പിൽ പോകണം, ഇന്നർ പരിക്രമ. പിന്നെ അവിടെ ഒരു കുണ്ടുണ്ട്, 2 കുണ്ടുണ്ട്. ഒന്ന് ഒരു കുളം, ആ 2 കുളത്തിൽ ഒന്നിൽ വിഷം, ഒന്നിൽ അമൃത്. അതുണ്ട്, അതൊക്കെ കാണാൻ പറ്റും അവിടെ പോയാൽ ഇന്നർ പരിക്രമയിൽ. പിന്നെ ഗൗരി കുണ്ട് എന്ന് പറഞ്ഞാൽ ഭഗവതി കുളിക്കുന്ന കുണ്ടുണ്ട്, കുളം. അത് നമുക്ക് കാണാൻ പറ്റും, നമുക്ക് പോകാനും പറ്റും. പണ്ടൊന്നും പോകാൻ പറ്റില്ലായിരുന്നു, ഇപ്പം ഞങ്ങളൊക്കെ ഇറങ്ങി പോകാറുണ്ട്. അതിൽ കുളിക്കില്ല, അതിൽ തൊട്ട് തൊഴുതിട്ട് വരിക, പിന്നെ അവിടുന്ന് ജലം എടുത്തിട്ട് വരിക. അവിടെ കുളിക്കാൻ പാടില്ല, ഭഗവതി കുളിക്കുന്ന സ്ഥലമല്ലേ, അത് കാരണം. പക്ഷെ മാനസരോവറിൽ ഇറങ്ങാം, മാനസരോവറിൽ കുളിക്കുകയും ചെയ്യാം, ചെയ്തിരുന്നു. ഗൗരികുണ്ടിൽ നമ്മൾ കാല് വെക്കില്ല, കാരണം അമ്മ കുളിക്കുന്ന സ്ഥലമല്ലേ, അത് കാരണം. ഓക്കെ, ഭഗവാൻ ശിവനെ പറ്റിയുള്ള മാമിൻ്റെ ഒരു കാഴ്ചപ്പാട് എത്രത്തോളം മാറിയിട്ടുണ്ട്? അതിൽ കൈലാസയാത്ര മാമിനെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? ഞാൻ ഭയങ്കര ദേഷ്യക്കാരിയായിരുന്നു, പേരായിരുന്നു എൻ്റെ ഓഫീസിലായാലും
പേഴ്സണൽ ലൈഫിലായാലും മൂക്കത്താണ് ശുണ്ടി. ഓർ പക്ഷേ കൈലാസത്ത് പോയതിന് ശേഷം എനിക്ക് തോന്നുന്നു എന്നെയും ഐസിലിരുത്തിന. എനിക്കിപ്പോൾ ദേഷ്യം ഭയങ്കര കമ്മിയേ വരൂ. ആരെന്ത് പറഞ്ഞാലും പോടാ പുല്ലേ സാരില്ല, ഇങ്ങനെ നെവർ മൈൻഡ് എന്നുള്ളൊരു മട്ടായി. പണ്ട് അങ്ങനെയല്ലായിരുന്നു. പണ്ട് ഞാൻ ഭയങ്കര ദേഷ്യം, എനിക്ക് ആരുടെയും ഞാൻ പറഞ്ഞത് എല്ലാം ശരി, ആരും എന്നെ ഓപ്പോസിറ്റ് പറയരുത്, അങ്ങനെയൊരു വാശി ഉണ്ടായിരുന്നു. ഇപ്പം ഇല്ല, ഇപ്പം ആ വാശിയൊക്കെ പോയി. അത് കൈലാസത്തിൽ പോയതിന് ശേഷം. അതിൻ്റെ മുന്നേ ഒന്നും അങ്ങനെയില്ല. ദേഷ്യം നിന്നതും ഞാൻ ഓൺ ഡ്യൂട്ടി ഞാൻ എത്ര പേരെ അടിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയെല്ലാവരും ഓൺ ഡ്യൂട്ടി അടിക്കരുത്, ജോലി പോകുന്ന. നമ്മൾ പോയാൽ പോട്ടെ, എന്നാലും ഒരു പേടിയില്ല. അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഇങ്ങനെ കൂളായാലും പറ്റില്ല. കുറച്ച് ചിലവർക്ക് ദേഷ്യം വരണ്ടേ, വരുന്നില്ല. ഭയങ്കര ചേഞ്ചസ് ആക്കി. പണ്ടൊക്കെ എന്നെ പറയും ഞാൻ ഭദ്രകാളിയെ മാനിക്കുന്നതുകൊണ്ടാണ്, പിന്നെ ഭഗവതിയെ മാനിക്കും കൊണ്ടാണ് ദേഷ്യം, ആരിലും അടങ്ങില്ല, എല്ലാം കൊണ്ടും ഞാനാണ്, അമ്മ എല്ലാത്തിലും ശക്തിശാലിയല്ലേ. അപ്പോൾ അങ്ങനെ ഒരു വിചാരമായിരുന്നു. പക്ഷേ ഇപ്പോൾ ശിവജിയുടെ അവിടെ പോയതിന് ശേഷം ഞാൻ ഭയങ്കര ബറഫ് പോലെയായി, ഐസ് പോലെയായി. ഇപ്പം നീ പറ്റി, പക്ഷെ വേണ്ട, എനിക്ക് കുറച്ച് ദേഷ്യം വരുന്ന സ്വഭാവം വേണം ചിലയിടത്ത്. അതെ അതെ. എന്തുകൊണ്ടാണ് 26 തവണയും കൈലാസയാത്ര സന്ദർശിക്കാൻ തോന്നിയത്? അല്ലെങ്കിൽ എന്താ പറയുക, ഓരോ തവണ പോകുമ്പോഴും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള അനുഭവമാണോ അതോ സെയിം അനുഭവമാണോ? അല്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള അനുഭവമാണ്. ഓർ ഇപ്പോഴും ഇപ്പോൾ എന്തുകൊണ്ട് പോയി എന്നല്ല ചോദിക്കണ്ടേ, ഇനി എത്ര തവണ പോകാൻ ഉദ്ദേശിക്കണു എന്ന് ചോദിക്കും. കാരണം 26 തവണ പറഞ്ഞാൽ എനിക്കൊരു 26 തവണ ഒരു തോന്നണില്ല, ഒന്നും ആയ പോലെ തോന്നുന്നില്ല. വന്നു കഴിഞ്ഞാൽ പിന്നെയും ഞാൻ അപ്പോൾ ആരെങ്കിലും പറഞ്ഞേക്കുകയാണെങ്കിൽ ഞാൻ പോകും. ആ ഒരു ഇതാണ്. അത് എന്താണെന്നുള്ള എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഭഗവാൻ എന്നെ അങ്ങനെ അങ്ങോട്ട് അട്രാക്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ എല്ലാം കൊണ്ടും നീ എന്നെ ദേഷ്യപ്പെട്ടതല്ലേ, നീ വാ, എൻ്റെ വലയെന്ന് നീ എങ്ങനെ നീ വെളിയിൽ പോവാ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ശിവൻ ചോദിക്കുന്നത് എന്നോട്. ആ ഒരു ഡിഫറെന്റ് അനുഭവം എന്ന് പറയുമ്പോൾ മാം എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഭക്തി കൊണ്ടുള്ള ഒരു ഇതാണോ, അല്ലെങ്കിൽ ആ കാണുന്ന ഇതിലാണോ? എന്താ ഭക്തി 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 എന്താ വെച്ചാൽ എൻ്റെ അമ്മയുണ്ട് അവിടെ, എൻ്റെ അച്ഛനും ഉണ്ട്, രണ്ടാളും ഉണ്ട് അവിടെ. പിന്നെ എൻ്റെ ആങ്ങളെയാണ്, ഞാൻ ഗണേശിയെ ആങ്ങളെയായിട്ടാണ് കണക്കാക്കണം. ആൻഡ് ആങ്ങളുടെ ഒരു റിയൽ സ്ഥലമുണ്ട്, ഗണപതി പാർവതി ഉപ്പൻ കൊണ്ടുണ്ടാക്കിയ ഒരു മൂർത്തിയാണ്. അപ്പം ശരിക്കുള്ള നമ്മുടെ മനുഷ്യൻ്റെ മൂർത്തിയായിരുന്നു. അതിനെ കാവല് നിർത്തിയിട്ടാണ് അമ്മ കുളിക്കാൻ പോയത്. കുളിക്കാൻ പോയ സമയത്ത് പറഞ്ഞു ആര് വന്നാലും കടത്തി വിടരുത്. ശിവജി വന്നപ്പോൾ അറിയില്ലായിരുന്നു അത് അച്ഛനാണെന്ന്. ലഹള തുടങ്ങി ജയിക്കാൻ, മകനെ ജയിക്കൂ, കാരണം അമ്മയുടെ അനുഗ്രഹമുണ്ട്. പക്ഷേ അത് അറിയാൻ രണ്ടുപേർക്കും അറിയാം, ശിവനും അറിയാതെ എൻ്റെ ഇത് ആരാണ് ഇത്രത്തോളം ലഹള അടിക്കണമെങ്കിൽ, അപ്പോൾ എന്നോട് വെല്ലുവിളിക്കാന്നുണ്ടെങ്കിൽ എന്തോ സംതിങ് ഉണ്ട്. അപ്പോൾ ദേഷ്യം വന്നിട്ട് തലയിറത്ത് കഴിയുമ്പോഴേക്കാണ് അമ്മ വരിക. അമ്മ ശിവനായിട്ട് ലഹള കൂടും, എൻ്റെ കുട്ടിയെ കൊന്നു, എന്നിട്ട് എല്ലാ ഹിസ്റ്ററിയും പറയും. അപ്പോഴാണ് ശിവൻ പറയുക, ഇന്ന സ്ഥലത്ത് പോവും, വടക്കോട്ട് തല വെച്ചിരിക്കുന്ന ആരായാലും, ആദ്യം കാണുന്ന മൃഗായാലും മനുഷ്യനായാലും തലയെടുത്തിട്ട് വരാം. പക്ഷെ ആദ്യം ദൂതന്മാർ കാണുന്നത് ആനയാണ്. അപ്പോൾ ആനക്കുട്ടിയുടെ തലയെടുത്തിട്ട് വരും, ഇവയ്ക്കും അതിനുള്ള ഫുൾ ശക്തി കൊടുക്കും. എല്ലാം കൊണ്ട് ഇപ്പം നമ്മൾ ഒരു പൂജ ചെയ്യുന്ന സമയത്ത് ഗണേശിയുടെ പൂജയാണ് ആദ്യം ചെയ്യുക. അതെന്തുകൊണ്ടാണ്? മൂപ്പർക്കുള്ള വരദാനമാണ് അത്. അത് ചെയ്യേണ്ട നമ്മൾക്ക് യാതൊരു ഫലം കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇത് കിട്ടും. ആ സ്ഥലമുണ്ട് അവിടെ, മുക്തിദ്വാർ എന്ന് പറയും അതിന്. മുക്തിദ്വാർ, ആ ലഹള ഉണ്ടായ സ്ഥലം, യുദ്ധം ഉണ്ടായ സ്ഥലം മുക്തിദ്വാർ എന്ന് പറയും. ആ സ്ഥലമുണ്ട്. അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്കിത് തോന്നില്ല, ഇത് ഇവിടെ ഒന്നും ഇങ്ങനെ നടന്നിട്ടില്ല എന്ന്. ശരിക്കും തോന്നും ഇവിടെ തമ്മിത്തല്ലുണ്ടായി അച്ഛനും മകനും കൂടെ. ഇപ്പൊ പോകുമ്പോഴും നമുക്ക് അങ്ങനെ തോന്നും. അത് ഇപ്പം എപ്പോഴും ഒരേപോലെയാണ് കാണാനേ, പക്ഷേ ഫീലിംഗ് പലതും പുതിയത് ഫീലിംഗാണ് വരാം. ഇവിടെ ശരിക്കും ഇവിടെ യുദ്ധം നടന്നിട്ടുണ്ട്, അവർ അച്ഛനും മകനും കൂടെ ഇവിടുന്നാണ് അത് എടുത്തിട്ട് വന്നേ. ആ ഒരു ഫീലിംഗ് തന്നെ വരും. അതുപോലെ ഗൗരി കുണ്ട് കാണുമ്പോൾ നമ്മൾ കുളിക്കുന്ന സമയത്ത് നമ്മളവിടെ നോക്കുമ്പോൾ ഇതിലല്ലേ അമ്മ കുളിക്കാൻ വന്നിട്ട് എന്നും, അങ്ങനെ ഒരു ഫീലിംഗ് വരും. പിന്നെ അതുപോലെ നമ്മളിങ്ങനെ കൈലാസം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ മതി വൈകുന്നേരം, അതിലും അതെ. ശരിക്കും ചിലപ്പോൾ തോന്നും ഇങ്ങനെ അമ്മയും ശിവനും കൂടെ ഇങ്ങനെ നിൽക്കണു എന്ന് തോന്നും.
പല അങ്ങനെ പല 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 ഒരു ഇതുണ്ട്. അലകല നമ്മൾക്ക് എപ്പോഴും ഞാൻ അല്ല അപ്പം ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ ഒരു തവണ കണ്ടില്ലേ മതി വലിയ അങ്ങനെ പൈസയില്ല. ഇപ്പം നമ്മൾക്ക് നോക്കാം തൻ മൻ ധൻ ഇത് മൂന്നും വേണം കൈലാസത്ത് പോവാൻ. തൻ എന്ന് പറഞ്ഞാൽ ശരീരം ഒത്തുതരണം. നമ്മൾക്ക് ഇപ്പം എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ പോകാൻ പറ്റില്ല. മൻ വേണം, ശരീരവും നന്ന പൈസയുണ്ട്. നമുക്ക് മനസ്സില്ലെങ്കിൽ എന്ത് ചെയ്യും? പോവാൻ പറ്റില്ലല്ലോ. അപ്പം എത്ര പൈസക്കാരുണ്ട്, അവരൊന്നും പോകണില്ലല്ലോ. അപ്പോൾ തൻ മൻ ധൻ, മനസ്സ് ശരിയായി വേണം, പിന്നെ ശരീരം വേണം, ധൻ വേണം. ധൻ ഇല്ലെങ്കിലും കൂടെ അത് തന്നെ വന്നോളും. പക്ഷെ ശരീരവും മനസ്സും വേണം. അപ്പം ഞാൻ നിങ്ങളെ തരാം, പൈസ തരാം, നിങ്ങൾ പോകാൻ പറ്റുമോ? പറ്റില്ല. അവിടുന്ന് വിളിക്കണം, എന്നാലേ പോകാൻ പറ്റൂ. അത് ഏത് അമ്പലത്തിലായാലും. നമ്മളിപ്പോൾ ഇവിടെ പോകുന്നുണ്ട്, വൈഷ്ണോദേവി പോകുന്നുണ്ട്, നമ്മൾ പറയേണ്ട എല്ലാ മാസവും പോകുന്നുണ്ട്. എല്ലാ മാസവും നമ്മൾ പോവില്ല, നമ്മളെ വിളിക്കുകയേ ചെയ്യുന്നത്. വിളിച്ചതുകൊണ്ട് പോവുകയാണ്, അല്ലാണ്ട് വിളിക്കാണ്ട് പോകാൻ പറ്റില്ല. ഏത് ഭഗവാന്റെ? ശിവനെ സംബന്ധിച്ചിടത്തോളം തൻ മൻ ധൻ മൂന്നും വേണം. ആക്ച്വലി ഞാൻ ചോദിക്കുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യനും ഏകദേശം റിലേറ്റഡ് ടു അതാണ്. അതായത് നമ്മൾ കൈലാസത്തിലേക്ക് പോകുമ്പോൾ എടുക്കേണ്ട പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? അതായത് നമ്മൾ പോകുമ്പോൾ ഉള്ള ഫിസിക്കലായിട്ടുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കൂ. അതാണ് ഹെൽത്ത് വേണം. ഫസ്റ്റ് ഓഫ് ഓൾ ഹെൽത്ത് വേണം, നടക്കാൻ ഇത് വേണം. നീ അഥവാ നിങ്ങൾക്ക് ഗോഡ കിട്ടും, കുതിര കിട്ടും, വണ്ടിയില്ല അവിടെ. അപ്പോൾ കുതിര കിട്ടും, കുതിരയിൽ ഇരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പോവാം. അവർ ഫിസിക്കലി കുറച്ച് ഒരു ആരോഗ്യം വേണം. പിന്നെ ഇപ്പോൾ ഫിസിക്കലി ഇതിൽ അവിടെ നമ്മളവിടെ പോകുമ്പോൾ നമ്മളിപ്പോൾ ഞാൻ നടന്നിട്ടാണ് പോയിട്ടില്ല, ഞാൻ കുതിരയിൽ പോയിട്ടില്ല ഇന്ന് വരെ. കൈലാസത്തിൻ്റെ എത്ര ബുദ്ധിമുട്ടറിയോ കൈലാസത്തിൻ്റെ പരിക്രമ ചെയ്യാൻ. പക്ഷെ ഞാൻ കുതിര പിടിച്ചിട്ടില്ല, ഞാൻ നടന്നിട്ടേ പോകും. അവിടെ വരുമ്പോൾ അവിടെ തന്നെ ഒരു ഭ്രാന്തത്തൊരു ശക്തി വരും, നടക്കണം എന്നും പറയട്ടെ. അവർ അങ്ങനെ പോകും. അവിടുത്തെ തിബത്തീസ് കിടന്നിട്ടാണ് പോവുക. ആദ്യം കിടക്കും, എന്നിട്ട് അവിടെ വരയ്ക്കും, അത് കഴിഞ്ഞ് എണീച്ചിട്ട് പിന്നെ അവിടുന്ന് കിടക്കും. അങ്ങനെ 3 മാസം എടുക്കും അവർ കൈലാസത്തിൻ്റെ പരിക്രമ ചെയ്യാൻ. അപ്പോൾ അതാലോചിക്കും, നമ്മൾ വെറുതെ നടക്കുന്നതിന് നമ്മൾ ഇത്ര പറഞ്ഞു, നമ്മൾ വലിയ പന്നേഖാനായി എന്ന്. അവർ ആ കിടന്നിട്ട് ഒരു കിടക്കും, പിന്നെ അവിടെ വരയ്ക്കും, പിന്നെ എണീച്ചിട്ട് അവിടെ നിന്ന് കിടക്കും, പിന്നെ അവിടെ വരയ്ക്കും. അങ്ങനെ പോകുന്നതാണ് തിബത്തീസ്. നമ്മുടെ ഇന്ത്യൻസ് ഒന്നും അങ്ങനെ പോവില്ല. ഇന്ത്യൻസ് മോസ്റ്റ്ലി കുതിരയിലാണ് പോവുക. കുതിരയിൽ 100 ആൾ പോയിട്ടുണ്ടെങ്കിൽ അതിൽ 95 ആളും കുതിരയിലാണ് പോവുക. എന്നെപ്പോലുള്ള ചില വട്ടുകൾ മാത്രമേ വാക്ക് ചെയ്ത് പോവാറുള്ളൂ. അങ്ങനെ ഒരു വേറെ തരത്തിൽ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ ഒരു എനർജി കിട്ടിയവർ മാത്രമേ ഉള്ളൂ. അതെ നടന്നു പോവാൻ. അതെ നമ്മൾ ആലോചിക്കുമ്പോൾ തോന്നുന്നു പോകാൻ പറ്റുമോ ഇല്ല. ഞാൻ വരുന്നു കേട്ടോ, എന്നെ കൊണ്ടുപോകണം, ബസ് ഇത്രയേ ആള് നോക്കിക്കോളും. ഇനി നമുക്ക് അല്ലാതെ പ്രൊസീജിയേഴ്സ്, ലൈക്ക് ഇപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ കാര്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മളല്ലാതെ നോക്കണ്ടേ? ഇപ്പോൾ ഈവൻ നമ്മൾ കരുതുന്ന ഡ്രസ്സുകൾ, ഫുഡ് ഐറ്റംസ്, അങ്ങനെയുള്ള. അതെ, ഞാൻ പറയാം. പ്രൈവറ്റ്ലി പോകുമ്പോൾ നമ്മൾക്ക് വെറും പൈസ കൊടുത്താൽ മതി അവർക്ക്. ബാക്കി അവർ ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് അവർ ശരിയാക്കി തരും, പിന്നെ ഫുഡിൻ്റെ എല്ലാം അവർ ആക്കിത്തരും. പിന്നെ അവരൊരു ബാഗ്, ഒരു കിറ്റ് ബാഗും അതിൻ്റെ ഒരു കുറച്ച് സാധനങ്ങൾ തരും. ഒരു വിൻഷീറ്റർ, ടോപ്പി, ഒരു ബാഗ്, വലിയ ബാഗ്, അതൊക്കെ തരും. ആൻഡ് ബാക്കി ഇന്ത്യൻ ടൂറിലും പണ്ട് ഞങ്ങളുടെ ഓരോ സ്ഥലത്തും അലകലക് തരീക്കേണം. ഗുജറാത്തിൽ അവർക്കെല്ലാം കിട്ടിയിരുന്നു. ഡൽഹിയിലാണ് ആദ്യം തുടങ്ങിയത്. ഞങ്ങൾക്കൊരു ബാഗ് കിട്ടും, ഒരു വിൻഷീറ്റർ കിട്ടുമായിരുന്നു. ബാക്കി നമുക്ക് സ്വെറ്റർ, ഷോള്, പിന്നെ ടോപ്പി, സോക്സ്, ഗ്ലൗസ്, ഇതൊക്കെ നമുക്ക് കൊണ്ടുപോകണം. അത് കഴിയുന്നതും നമ്മൾക്ക് വിൻഷീറ്റർ തണുപ്പടിക്കരുത്, ഹെവി അല്ലാത്ത സാധനം എടുക്കണം. ഒരു വിൻഷീറ്റർ, നല്ല വിൻഷീറ്റർ പറഞ്ഞാൽ വിൻഡ് എടുക്കാത്ത, അനുഭവിക്കാൻ പറ്റാത്തതില്ല, അങ്ങനത്തെ ഹെവി കമ്മിയായിട്ടുള്ളത് ലെയറായിട്ടിടണം. എന്താ വെച്ചാൽ ചൂടെടുത്താൽ ഒന്ന് അഴിച്ചാലും പ്രശ്നമില്ല. അങ്ങനെ ലെയറായിട്ട് മെലിഞ്ഞ ഡ്രസ്സുകൾ ഇടണം. പിന്നെ സോക്സ് കൊണ്ടുപോകണം. സോക്സൊക്കെ എക്സ്ട്രാ വെക്കണം, കാരണം അഥവാ മഞ്ഞത്ത് ഇതായി മഴ പെയ്തു അപ്പോൾ നനയില്ലേ, അപ്പോൾ അത് കാരണം നമുക്ക് പിന്നെ ജൂത്തയിൽ അത് ഇടാൻ ബുദ്ധിമുട്ടാണ്. അത് കാരണം സോക്സ് എക്സ്ട്രാ വെക്കണം, ഗ്ലൗസ് എക്സ്ട്രാ വെക്കണം, പിന്നെ സൺസ്ക്രീൻ ലോഷൻ വെക്കണം. കാരണം നമ്മൾ ഹൈറ്റിൽ പോവുകയാണ്. അപ്പോൾ സണ്ണ് നമ്മൾക്ക് തോന്നില്ല അടിക്കുന്നു, പക്ഷെ നമ്മൾ അവിടുന്ന് വരുമ്പോൾ നമ്മളുടെ ഇവിടുന്ന് ഇത്ര ലെയർ നമ്മൾക്ക് അതെ ആവും, നിറയെ കറക്കും. പിന്നെ ഭക്ഷണത്തിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടിയാലും കഴിക്കണം.
ഫസ്റ്റ് ടൈമിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് അവിടുത്തെ ആ ബുക്കിൽ തന്ന പോലെ 5 കിലോ ചോക്ലേറ്റ്, ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുപോയി. പക്ഷെ അതൊന്നും നടക്കുമ്പോൾ എവിടെ തിന്നാൻ പറ്റണ? തിന്നില്ല. ഇല്ല. അതൊന്നും തിന്നാൻ പറ്റില്ല. അതൊക്കെ വെറുതെയാണ്. നമുക്ക് ആ കിട്ടുന്ന ഭക്ഷണം, പിന്നെ ഈ ഇടയ്ക്ക് ഇരിക്കുമ്പോൾ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ എന്തെങ്കിലും തിന്നാനേ, അങ്ങനെയുള്ള ഭക്ഷണങ്ങളെ വേണ്ടു. പിന്നെ കുറച്ച് നടന്ന് ശീലമുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നല്ലതാണ്. അതെ. നടന്ന് ശീലമുണ്ടെങ്കിൽ ഞാൻ നടന്ന് ശീലമുണ്ട് എനിക്ക്. ഞാൻ മോർണിംഗ് വാക്കൊക്കെ ചെയ്യുന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ മോർണിംഗ് വാക്ക് ചെയ്യാറില്ല. എന്നാലും എനിക്ക് ഇപ്പോൾ ഇത്തവണ പോയി വന്നത് ഒരു ഇതും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പോയി. ഓക്കെ. അപ്പൊ അങ്ങനെ മെയിൻലി ഹെൽത്ത് വൈസ് ഓക്കെ ആയിരിക്കും. പിന്നെ പ്രൈവറ്റിൽ പോകുന്നവർക്ക് ഒന്നും നോക്കണ്ട. അവർക്ക് വെറും കൈലാസത്തിന്റെ പരിക്രമ മാത്രമേ നമുക്ക് നടന്ന് ചെയ്യണ്ടൂ. ബാക്കിയൊക്കെ വണ്ടിയില്ല. ഇന്ത്യൻ ടൂറിലെന്ന് പറയുമ്പോൾ നമുക്ക് നടക്കണം. അതും ഇപ്പോൾ അവർ ഗവൺമെൻറ് നമ്മളുടെ ഇന്ത്യയിൽ ആൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും വണ്ടി പോകാറുണ്ട് രീതിയിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മലകളുടെ ഇടയിൽ കൂടെയാണ് പാത ഉണ്ടാക്കിയിരിക്കണം. മല ഇടിഞ്ഞു വീണാൽ നമ്മൾക്ക് അവിടെ പിന്നെ വണ്ടി പോകാൻ പറ്റില്ല, പെട്ടുപോകും. അപ്പം അതൊരു പ്രശ്നമുണ്ട്. എന്താ വെച്ചാൽ മഴയൊക്കെ വരുമ്പോഴേ മല ഇടിഞ്ഞു വീഴാലോ. അപ്പം അതുകൊണ്ട് അത് വലിയ ഒരു ഗുണമുള്ള ഇതൊന്നുമല്ല ഇന്ത്യൻ ടൂറിൽ. നടന്നു പോകുന്നത് തന്നെയാണ് നല്ലത്. അതെ മാം, നമ്മൾ കൈലാസത്തെ പറ്റി സത്യം പറഞ്ഞാൽ കുറേ കഥകൾ ഇങ്ങനെ ഫാൻറ്റസീസ്, റിയലി പറഞ്ഞാൽ ഫാൻറ്റസീസ് അങ്ങനെ കുറേ കേൾക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് മാമിനോട് മാം പോയ സമയത്ത് കണ്ടതായിട്ടോ അങ്ങനെയൊന്നുമില്ല. നമ്മളവിടെ ഒരു പക്ഷിയെ കണ്ടാലും നമ്മൾ അതാ ഓർക്കുക, ഇത് അവിടുന്ന് അയച്ചതാണ്. എന്താ വെച്ചാൽ അവിടെ പക്ഷികളൊന്നുമില്ല, മൃഗങ്ങളൊന്നുമില്ല. അപ്പം ചില മാനിനെ കാണും, ചില മുയലിനെ കാണും, ചില പക്ഷികളെ കാണും. അപ്പോൾ ഒക്കെ നമ്മൾ ആ രൂപത്തിലാണ് നമ്മൾ കണക്കാക്കുക. ഇത് ആ രൂപത്തിൽ വന്നതാണോ ശിവജി എന്നുള്ള ഒരു ഇത്. പിന്നെ ഒരു തവണ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഞാൻ ഒരു തവണ ഡോൾമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈറ്റാണ്, ഹയസ്റ്റ് ആണത്. അത് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു അടി വെച്ചാൽ നമ്മൾ 1 മിനിറ്റ് നിൽക്കും, പിന്നെ ഒരു അടി വയ്ക്കാൻ ഇങ്ങനെ നിൽക്കും. അങ്ങനെയാണ്, കാണാൻ ഇല്ല, പക്ഷെ ഭയങ്കര ഹൈറ്റാണ്. അവിടെ എനിക്ക് ഒരു തവണ എല്ലാവരും ആകെ പോയി. ഞാൻ കുതിരയെടുത്തിട്ടില്ല. ഒരു കുട്ടി വന്നിട്ട് അവിടുത്തെക്കാര്, നമ്മുടെ ഈ ഗോഡക്കാരില്ലേ കുതിരക്കാർ, അവരുടെ ഒരു ചക്കനെ പോലെ ഇത്ര പോകുന്നൊരു ചക്കൻ വന്നിട്ട് എന്നെ കൈ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി. ഞാൻ പറഞ്ഞത് എങ്ങനെയത് എന്നെ ഇങ്ങനെ കയ്യിൽ. അപ്പോൾ അവർ കുതിരയിൽ പോകുന്ന ആൾക്കാരെ ഞങ്ങൾ ക്രോസ് ചെയ്തു. അപ്പോൾ എന്നെ പരിഹസിച്ചു, എവിടുത്തെ അപ്പോൾ ഒരു കുട്ടിയെ ഉണ്ടാക്കിയ ഇവിടെ ഒരു കുട്ടിയെ കിട്ടുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊരു കുട്ടിയെ കിട്ടി പറഞ്ഞു. അപ്പോഴും എൻ്റെ മനസ്സിലൊരു തോന്നൽ, ഇത്ര ചെറിയൊരു കൊച്ച് എന്നെ വലിച്ചെങ്ങനെ കൊണ്ടുപോകണം, അത്ര ഇത്. ആ കുട്ടി ചോട്ടിൽ വന്നു. അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ ലാസ്റ്റ് ഹട്ട് പോയാൽ അവനെന്തെങ്കിലും കൊടുക്കണം എന്ന്. ആ സമയത്ത് ആ കുട്ടിയെ ഞാൻ കാണാൻ പറ്റിയില്ല. അതായത് അവിടെ എത്തിച്ചു ആളെ കിട്ടിയില്ല. മല ഇറക്കി ആളെ കാണാനില്ല. എന്നിട്ട് ഞാൻ പല ഗോഡക്കാരോടും ചോദിച്ചു, ആ കുട്ടിയെ ആരുടെ, നിങ്ങളുടെ കുട്ടികളാണോ? നിങ്ങളുടെ കുട്ടി? അവർ പറഞ്ഞു ഞങ്ങളുടെ കുട്ടികളല്ല. അങ്ങനെ ഒരു ചെറുതായിട്ട്, പക്ഷേ നമ്മൾ അത്രത്തോളം ഭക്തി ഇല്ലായിരിക്കും നമ്മളെ നേരിട്ട് അങ്ങനെ കാണാൻ, നമ്മൾ ഇതാവാൻ. നമ്മൾക്കറിയോ ഇപ്പോൾ ഏതാ ഭഗവാൻ വന്നിരിക്കണെന്ന്? ആർക്കറിയാം ആ രൂപത്തിൽ വന്നിട്ടുണ്ടോയെന്ന്? അങ്ങനെ ഒരു തവണ ഞാനായിട്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നടക്കുമ്പോൾ ഞാനിത് പറയും, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറയും ഞാൻ ഹനുമാനോട്. കാരണം ഹനുമാൻ കൈലാസ് ഭോലേനാഥിൻ്റെ 11वीं അവതാറാണ്, രുദ്രാവതാർ ആണ് ശിവന്റെ ഹനുമാൻജി. ഞാൻ പറയും നീ കാറ്റാണ്, എന്നെ കാറ്റ് പോലെ കൊണ്ടുപോകണം. ഇതേ ഞാൻ ഹനുമാൻജിയോട് പറയാറുള്ളൂ. ഞാൻ ഹനുമാൻജിയെ മാനിക്കാറില്ലായിരുന്നു, പക്ഷേ കൈലാസത്ത് പോയതിന് ശേഷം ഞാൻ ഹനുമാൻജിയെ മാനിക്കാൻ തുടങ്ങി. കാരണം എൻ്റെ ബാബയുടെ 11वीं അവതാറാണ്. അപ്പോൾ അത് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും അതെ, എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഞാൻ ഹനുമാനെ ആദ്യം ആലോചിക്കും. ഇപ്പം ഞാൻ ഒരു വീട് എടുത്തിട്ടുണ്ട്, അതും ഹനുമാൻ മൂർത്തി നേരെ എൻ്റെ മുമ്പിലാണ്. അത് കാരണം ഞാൻ ആ വീട് എടുത്തത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഹനുമാനെ. കാരണം എൻ്റെ ബാബയുടെ 11वीं അവതാറാണ്. അവിടെ ഉണ്ട്, 100% ഉണ്ട് അവിടെ, തീർച്ചയായിട്ടും ഉണ്ട്. വിളിച്ചാൽ കാണും, കാറ്റത്ത് കാണും ഹനുമാനെ. പിന്നെ തിബത്തീസ്, ചൈനീസ് വരില്ലേ അവിടെ, തിബത്തീസ് ഒക്കെ അവിടെ ഇങ്ങനെ വലം ചുറ്റും. നമ്മൾ നടന്ന് വലം ചുറ്റും, അല്ലെങ്കിൽ കുതിരപ്പുറത്ത് വലം ചുറ്റും. അവർ കിടന്നിട്ട് ആണ് പ്രദക്ഷിണം വയ്ക്കുക. അതൊക്കെ നമുക്ക് കാണുമ്പോൾ തോന്നും നമ്മളൊന്നും ചെയ്യണില്ല ഭഗവാന് വേണ്ടിയിട്ട്. ഒക്കെ ഭഗവാൻ നോക്കും, എന്താ അവർ ബുദ്ധൻ്റെ രൂപത്തിലാണ് കാണുന്നത് കൈലാസത്തിനെ. പക്ഷേ ബുദ്ധനല്ല, നമ്മളുടെ സാക്ഷാത് ശിവജിയാണ്. ബുദ്ധിസ്റ്റ് കാണുന്ന അവരുടെ ബുദ്ധനെ പോലെ. പക്ഷേ ആക്ച്വലി അത് കൈലാസം
നമ്മളുടെ ശിവജിയുടെയും പാർവതിയുടെയും സ്ഥലമാണ്. അപ്പൊ അത് പറഞ്ഞപ്പോൾ അതിനൂടെ ഇപ്പൊ യതി, അതുപോലെ ഹനുമാൻ സ്വാമിയുടെ പ്രസൻസ്, ശംബാല, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഹനുമാൻ സ്വാമി ഇതാ പറയണത്. നമ്മളെ ഞാൻ പറയും കാറ്റ് പോലെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ നമുക്കറിയില്ലേ നമ്മളെങ്ങനെയാണ് പോകണമെന്ന്. അതാണ് ആ ശക്തി. നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ അതാണ് ശക്തി. നമ്മളെ അറിയില്ല എങ്ങനെ ആ ഹട്ട് പോകുമ്പോഴാണോ ഞാൻ ഇത്ര ദൂരം നടന്നു വന്നോ, ഒരു ബുദ്ധിമുട്ടുമില്ലോ, ഒരു കാലിൽ വേദനയില്ലല്ലോ, ഒരു ഇടുപ്പ് വേദനയില്ലല്ലോ എന്ന് തോന്നുന്നു. അതാണ് ഹനുമാൻ്റെ ശക്തി. പിന്നെ അവിടെ കേട്ടിട്ടുണ്ട് ഈ കൈലാസത്തിൻ്റെ 4 പുറത്തും ഇപ്പോഴും ഗുഫകൾ, അതിൽ മുനിമാരിയിരിക്കുന്നുണ്ട് അത്രേ. ചില സമയത്ത് നമുക്കൊരു തോന്നാം, നന്നായിട്ട് ഇങ്ങനെ നോക്കിയാൽ ഗുഹകൾ കാണാം, അതിൽ എന്തോ ഒരു ഇളക്കം പോലുള്ള ഒരു ഇതൊക്കെ ഉണ്ട് അവിടെ. ആ ശക്തി ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഈ പറഞ്ഞ ശംബാലൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവിടുത്തെ ആ കഥകളെ ചുറ്റിപ്പറ്റി കുറെ കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു നോക്കൂ, ശരിക്കും പറയുകയാണെങ്കിൽ കുറേ ആൾക്കാർ അവർ ഒരു കഥ എഴുതുന്ന രീതിയിൽ അങ്ങോട്ട് എഴുതാണ്. നമ്മൾ വെറും ശിവനെയും പാർവതിയും കാണുക. അതിൽ ഞാൻ പറഞ്ഞില്ലേ, ഗൗരി കുണ്ട് കാണുമ്പോൾ തോന്നും അമ്മ കുളിക്കുന്ന സ്ഥലമോ, നമുക്ക് തന്നെ തോന്നും ഫീലിംഗ്. പിന്നെ ആ മുക്തിദ്വാർ കാണുമ്പോൾ തോന്നും അയ്യോ ഇവിടെയാണോ യുദ്ധം നടന്നത് ഗണപതിയും ശിവനുമായിട്ട്. അതൊക്കെ നമുക്കൊരു സാക്ഷാത്തായിട്ട് തോന്നും. പിന്നെ ഇപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് നടക്കുമ്പോൾ ശ്വാസം മുട്ടില്ല. അപ്പം തോന്നും കണ്ടോ എൻ്റെ ഒപ്പം ഹനുമാനുണ്ട്, എനിക്ക് വായു തരുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ നടക്കണത്. ഇതൊക്കെ നമ്മളുടെ വിശ്വാസമാണ്. അല്ലാതെ ബാക്കിയുള്ള എനിക്ക് തോന്നുന്നു ഫാന്റസി, വെറുതെ ഒരു ജസ്റ്റ് ആൾക്കാരെ ഒന്ന് ഇതാക്കാൻ വേണ്ടി പറയാം. അതെ 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 അതെ. ഈ കൈലാസത്തിൽ താമസിക്കുന്നവരുടെ, അവിടുത്തെ താമസക്കാരുടെ രീതികളൊക്കെ എങ്ങനെ? ഈ നരഭോജികളാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതെ, നരഭോജികളായിരുന്നു പണ്ട്. ഞങ്ങൾ 95-ലാണ് ഞാൻ തുടങ്ങിയത്. ആ സമയത്ത് അവിടുത്തെ ഈ ബാഗ് എടുക്കുന്നവരും കുതിരക്കാരും ഇല്ലേ, അവരെയൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് പേടി വരും. ഭയങ്കര ഹൈറ്റ്, അത് മുഖമൊക്കെ ഇത്ര മുഖം വലുത്, കണ്ടാൽ തന്നെ പേടിയാവുന്ന ഒരു ആൾക്കാരായിരുന്നു. അവരെയൊക്കെ ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്. 95 സമയത്ത് അവർ ആരെങ്കിലും അതിനാണ് നമ്മൾ ഗ്രൂപ്പായിട്ടാണ് പോവുക. ഒരാളും ഒറ്റയ്ക്ക് പോവില്ല. നമ്മളുടെ ആൾക്കാർ ഒന്നായിട്ടേ പോവും. അല്ലെങ്കിൽ ഇത് കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഒരു കേട്ടിട്ടുണ്ട്, അവർ മനുഷ്യന്മാരെ തിന്നുമായിരുന്നു. കാരണം ഒരാളായിട്ടൊക്കെ പോകുമ്പോൾ അവരെ കാണാൻ കിട്ടില്ല പിന്നെ എന്നുള്ള ഒരു കഥ കേട്ടിട്ടുണ്ട് ഞാൻ. അതും നല്ലൊരു അപ്രോച്ചിലാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അന്നൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ നമ്മൾ ഒരാളായിട്ട് നടക്കില്ലല്ലോ, ഗ്രൂപ്പായിട്ടല്ലേ നടക്കും. അപ്പോൾ അത് കാരണം ഇപ്പോൾ നോർമലായി. ഇപ്പോൾ അന്നത്തെ ആൾക്കാരൊന്നും ഇല്ല. ഇപ്പോൾ നോർമൽ നേപ്പാളീസിനെ പോലെ തോന്നുള്ളൂ. ഈ തിബത്തി ചൈനീസിനെ പോലെ ഇലിറ്ററേറ്റ് ആണ്, പക്ഷെ നേപ്പാളീസിനെ പോലുള്ള തോന്നുന്ന ആൾക്കാരെല്ലാം ഇപ്പം അത്ര ഹൈറ്റ്, അത്ര മുടി, അതുപോലെ ഭയപ്പെടുന്ന, അവരെയൊക്കെ കണ്ടാൽ തന്നെ പേടിയിരിക്കും. അവരൊക്കെ രാത്രി വന്നിട്ട് ഇങ്ങനെ വാതിലൊക്കെ തുറന്നിങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കിട്ടുകിട്ട് വിറയ്ക്കും. അത്ര ഉയരം, അത്ര ഹെൽത്ത്. അവരൊക്കെ തിന്നുന്നത് യാക്കിൻ്റെ മീറ്റ്, പിന്നെ ബിയർ. അവിടെ വെള്ളത്തിന് ഭയങ്കര വിലയാണ്, ബിയറാണ് അവർ കുടിക്കുക. പിന്നെ ഇപ്പം ഇത് ഞാൻ ഒരു നിങ്ങളുടെ ക്വസ്റ്റ്യൻ അല്ലാതെ ഒരു കാര്യം പറയാം. നമ്മൾ ഉള്ളി മുതൽ കണ്ട് തിന്നില്ല, ഉള്ളി വെളുത്തുള്ളി മുതൽ കണ്ട് നമ്മൾ അവിടെ തിന്നില്ല. പക്ഷേ ഇവര് ഓരോ സ്ഥലത്തും റെസ്റ്റിന് ഇരിക്കുമ്പോൾ അടുപ്പ് കൂട്ടും, കല്ല് വെച്ചിട്ട്, എന്നിട്ട് അതിൽ മീറ്റ് കൊണ്ടുവന്നുണ്ടാവും, അത് ചുടും, അത് തിന്നും, ബിയർ കുടിക്കും. അപ്പോൾ ഭഗവാന് തിന്നുന്നതോ കുടിക്കുന്നതോ അല്ല വില, ഭഗവാൻ നോക്കുന്നത് മനസ്സ്. അതാണ് ഞാനിതിൽ പഠിച്ചിരിക്കുന്നത്. കാരണം തിന്നതുകൊണ്ടോ കുടിച്ചതുകൊണ്ടോ നമ്മളുടെ ശരീരം ഒരിക്കലും വൃത്തിയല്ല. നമ്മൾ പുറത്ത് കുളിക്കുന്നു, പക്ഷേ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ വൃത്തികെട്ടത് എപ്പോഴും ഉണ്ടാവും. അതൊരിക്കലും നമ്മൾ മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഭഗവാൻ തിന്നുന്നതോ കുടിക്കുന്നതോ അല്ല നോക്കണത്, അവർ മനസ്സാണ് നോക്കണം. അപ്പോൾ അവർക്ക് അങ്ങനെ തിന്നിട്ടില്ലെങ്കിൽ അവർ ആൾക്കാരെ എടുക്കാൻ പറ്റില്ല. തുണി നമ്മളൊക്കെ കാലിയാണ് നടക്കണത്, കയ്യിലൊന്നുമില്ല. അവരുടെയൊക്കെ ഇത്രയും വലിയ ഇതെടുത്ത് ബാഗൊക്കെ എടുത്തിട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അപ്പോൾ അതിനൊക്കെ ശക്തി വേണം. അപ്പോൾ ഭഗവാൻ അറിയാം അവർ പ്രയത്നിക്കേണ്ട, അവർക്ക് ശക്തി കൊടുക്കണം. അതുകൊണ്ട് നോൺ വെജിലൊന്നും ഒരു ഇതില്ല. അങ്ങനെയാണ് അവിടുത്തെ ആളുകളുടെ ഒരു രീതി അല്ലേ? ഇപ്പം നല്ല നല്ല ആൾക്കാരാണ്, ഇപ്പം നമ്മളെ പോലെ തന്നെ. നമ്മളെ പോലെ തന്നെ.
ഈ തിബത്തീസ് എന്ന് പറഞ്ഞാൽ തിബത്തീസിനെ കണ്ടാൽ മതി, ഈ നേപ്പാളീസിനെ പോലുള്ള പോലെ ഇരിക്കും. അങ്ങനത്തെ ഉള്ള ആൾക്കാരെ. ഇപ്പോൾ ഈ കൈലാസ മാനസരോവറിലൊക്കെ രാത്രികളുടെ അനുഭവം എങ്ങനെയാണ്? അതായത് രാത്രി ഭയങ്കര അനുഭവം പേടിപ്പെടുത്തുന്ന മൂൺലൈറ്റ് ഇല്ലല്ലേ, ഒരു പേടിയില്ല. ആ. മൂൺലൈറ്റ് ഉള്ള ദിവസം നമ്മൾക്ക് മാനസരോവറിന്റെ തടത്തിൽ പോയിരുന്നാൽ ഞാൻ പറഞ്ഞില്ലേ, സ്റ്റാർ വന്ന് കുളിക്കുന്നത് കാണാം, ലൈറ്റിൽ ഓം പറഞ്ഞിട്ടൊരു ശക്തി പോണത് കാണാം, ഒക്കെ കാണാം. പേടിക്കാനൊന്നുമില്ല അവിടെ. ഇപ്പോൾ അതാണ് പറഞ്ഞേ, ആ നരഭോജികളൊന്നും ഇല്ല ഇപ്പോൾ ഒരു പേടിയില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിൽ, അതും നമ്മളെല്ലാവരും കൂടിയിട്ടേ പോകും. ഒറ്റയ്ക്ക് അവിടെ യാത്ര ഇല്ല. അത് ഒന്നുമില്ല. രാത്രിയൊക്കെ നല്ലതാണ്. കൈലാസത്തിലൊക്കെ പോയാൽ എന്ത് രസമാണ് രാത്രിയൊക്കെ ആ ഹട്ടിൻ്റെ ഹോട്ടലിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കാൻ എന്ത് രസം അറിയോ. പേടിക്കാനൊന്നുമില്ല പേടിക്കാൻ. അതും ഒറ്റയ്ക്ക് പോകരുത്, എപ്പോഴും ഒരു കൂട്ട് ഒത്തുവാണ്. അത്രയാണ്. പേടിക്കാനൊന്നുമില്ല. ഞാൻ ഒരു ചരൺ സ്പർശ് പറഞ്ഞൊരു സ്ഥലമുണ്ട് കൈലാസത്തിന് ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലമാണ്, അതിൻ്റെ ടച്ച് ചെയ്യുന്നത്. അവിടെയൊക്കെ പോയിട്ടുണ്ട്. ഞങ്ങൾ വൈകിട്ട് വരും. ആൾമോസ്റ്റ് ഞാൻ ഇന്നറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. എനിക്ക് പക്ഷെ നമുക്ക് ഒരാളെ കിട്ടണം, എന്നാലേ ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. ആൾമോസ്റ്റ് ഇന്നർ വരെ എത്തിയിട്ടുണ്ട്. എത്രയും വേഗം അതെ. അടുത്ത കൊല്ലം നോക്കട്ടെ. ഈ 26 പറ്റില്ല. 26 ഞാൻ എൻ്റെ മൈൻഡ് ഡെവലപ്പ് ചെയ്തിട്ടില്ല. 27 പോവാം ഇന്നർ പരിക്രമയ്ക്ക്. പേടിക്കാനൊന്നുമില്ല പേടിക്കാൻ. കൈലാസം സന്ദർശിക്കേണ്ട ഒരാള് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? അവർക്ക് ഒന്ന് പോകുമ്പോൾ നമ്മളുടെ ഹെൽത്തിനെ പറ്റിയിട്ട്, പിന്നെ അവർക്കറിയണം എത്ര ചിലവാകും, പിന്നെ ഏത് വഴിയാണ് പോണത്. ഇന്ത്യൻ ടൂറിൽ പോകുമ്പോൾ നമ്മൾ സെൻട്രൽ ഡൽഹിയാണ്. ഡൽഹിയിൽ നിന്നാണ് ഇന്ത്യൻ ടൂറിൽ പോവുക. അത് കുമാവ് മണ്ഡൽ എന്നും പറഞ്ഞ് ഉത്തരാഖണ്ഡിലെ UP കുമാവ് മണ്ഡൽ വികാസ് നിഗം എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അവരാണ് അത് അറേഞ്ച് ചെയ്യുക. അത് അവർ വിസ എടുക്കുന്നതും എല്ലാം അവർ തന്നെ ചെയ്യും. നമ്മൾക്ക് വെറും പൈസ കൊടുക്കുന്നുണ്ട്. പണ്ട് ഞാൻ പറഞ്ഞില്ലേ 50,000 പോയിരുന്നു, പിന്നെ 1 അങ്ങനെ. അതുപോലെ ഇതിൽ ഇപ്പോൾ നമ്മൾക്ക് വിസയുടെ ഡോളറിൻ്റെ ഹിസാബിലാണ് നമ്മൾക്ക് പൈസ കൊടുക്കേണ്ടത്. അമേരിക്കൻ ഡോളർ എന്താ പ്രൈസ് വെച്ചാൽ അതനുസരിച്ചിട്ടാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ആ പൈസ നമ്മൾക്ക് നമ്മളുടെ കയ്യിൽ വെക്കണം. അത് മിനിമം ഒരു 2-2.5 ഇപ്പാവുണ്ട്. അത് ഇന്ത്യൻ ടൂറിലും പ്രൈവറ്റിൽ പോകുമ്പോഴും പൈസ ഒരുപോലെ തന്നെയാണ്. പിന്നെ ഇടേണ്ട സാധനങ്ങൾ, ഡ്രസ്സുകൾ വുള്ളനാണ് എല്ലാം വേണ്ടത്. മഞ്ഞാണ് അവിടെ, അതിൻ്റേതായിട്ടുള്ള അത് നോക്കണം. ഭക്ഷണം ഇന്ത്യൻ ടൂറിലും തരും, പ്രൈവറ്റ് ടൂറിലും അവർ തരും, അവർ പ്രൊവൈഡ് ചെയ്യും. നമ്മൾക്ക് വെറും പൈസ കൊടുക്കുക വേണ്ടു. പിന്നെ ഹെൽത്ത്, പിന്നെ നമ്മൾക്ക് അറിയാലോ നമ്മളുടെ ഹെൽത്ത് എങ്ങനെയാണെന്ന്. അതിന് ഓൾറെഡി അവർ മെഡിക്കൽ ചെക്കപ്പ് ഇന്ത്യൻ ടൂറിൽ മെഡിക്കൽ ചെക്കപ്പ്. പണ്ട് ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് വിട്ടാൽ ധാർചുള എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അതുവരെ ഞങ്ങൾ ബസ്സിൽ പോകും. ധാർചുള പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഞങ്ങൾ നടക്കാൻ തുടങ്ങും. 1995. പിന്നെ അവിടുന്ന് നടക്കാൻ തുടങ്ങിയത് 13 ദിവസം എടുക്കും. നമ്മൾ ഇന്ത്യയിൽ ഓരോ സ്ഥലത്ത് ഗാല, കുഞ്ചി, മാൽപ്പ, ബുദ്ധി, കാലാപാനി, നാബിഡാങ് പറഞ്ഞുകൊണ്ടുള്ള ഓരോരോ ലിപ്പു പാസ് എന്ന് പറഞ്ഞിട്ട് ഓരോ സ്ഥലമായിട്ട് നമ്മൾ നൈറ്റ് സ്റ്റേ ചെയ്യുമല്ലോ. ആ നൈറ്റ് സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് ഓരോ സ്ഥലത്തായിട്ട് നമുക്ക് നിൽക്കുക, നെക്സ്റ്റ് ഡേ പോവുക, പിന്നെ നിൽക്കുക, പിന്നെ നെക്സ്റ്റ് ഡേ പോവുക, അങ്ങനെ. ഇപ്പോൾ ഗവൺമെൻറ് ടൂറിൽ പോകണമെങ്കിൽ അതിൽ ഓം പർവ്വത് എന്ന് പറഞ്ഞിട്ട് ഓം എന്നെഴുതിയ ഒരു പർവ്വതമുണ്ട്. അത് ബർഫും കൊണ്ടാണ് എഴുതിക്കുന്നത്, നമ്മൾ ആരും എഴുതുന്നതല്ല. ശരിക്കും അതും കാണണമെങ്കിൽ നമ്മൾക്ക് അവിടെ ഇരുന്നിട്ട് പ്രാർത്ഥിക്കണം ശിവനെ, എന്നാൽ മാത്രമേ ആ ക്ലൗഡ്സ് മാറിപ്പോവും. ശരിക്കും ഓം എന്നെഴുതി ചന്ദ്രകല മുതൽ കണ്ട് നമ്മൾക്ക് കാണാൻ പറ്റും. അത് അങ്ങനെ ഒരു മലയുണ്ട്. അതുവരെയും ഇപ്പോൾ വണ്ടി പോകുന്നുണ്ട്. ഇപ്പോൾ വണ്ടി നമുക്കെല്ലാം കൊണ്ട് ഇപ്പോൾ സ്വർഗമാണെന്ന് പറയാം. പണ്ട് ഞങ്ങൾ അനുഭവിച്ച ദുഃഖമൊന്നും ഇപ്പോൾ അനുഭവിക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യൻ ടൂറിലും വണ്ടിയിൽ പോവാം, പൈസ ഒരേപോലെയാണ്. പ്രൈവറ്റ് ടൂർസിന് എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ നിന്നാണ് പോകുന്നത്, കാഠ്മണ്ഡു വയ അല്ലെങ്കിൽ ലക്നൗ വയ നേപ്പാൾഗഞ്ച്. ലക്നൗ വയ പോകുമ്പോൾ ഹെലികോപ്റ്ററിൽ, കാഠ്മണ്ഡു വയ പോകുമ്പോൾ കാഠ്മണ്ഡു വരെ ഫ്ലൈറ്റിൽ, അവിടെ നിന്ന് അങ്ങോട്ട് ലാൻഡ് ക്രൂസർ അല്ലെങ്കിൽ ബസ് ഓർ മണി എല്ലാം ഒരുപോലെ. ഇതിൽ പ്രൈവറ്റ് ടൂറിൽ മെഡിക്കലില്ല, ഇന്ത്യൻ ടൂറിൽ മെഡിക്കലുണ്ട്. പിന്നെ പ്രൈവറ്റ് ടൂറിൽ നമ്മൾക്ക് ഗവൺമെൻറ് സബ്സിഡി കിട്ടില്ല. ഇന്ത്യൻ ടൂറിൽ ചില സ്ഥലങ്ങളിൽ ഗവൺമെൻറ് പൈസ കൊടുക്കുന്നുണ്ട്.
ഇന്ത്യക്കാരൊക്കെ 30,000 കൊടുക്കുന്നുണ്ട്, ഡൽഹിയിൽ നിന്ന് 30 കൊടുക്കുന്നുണ്ട്, പിന്നെ അഹമ്മദാബാദിൽ കുറച്ചധികമാണ്, UP-യിൽ കുറച്ചധികമാണ്, അങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഇത്ര ചിലവാക്കുമ്പോൾ അതിൽ കുറച്ചൊരു ലാഭം കിട്ടും നമ്മൾക്ക്. പിന്നെ ഈ ലൈസൻസ് ഓഫീസർ എന്ന് പറയുന്നത് അവർക്ക് ചുട്ടിയും കിട്ടും ഗവൺമെൻറ്റിൻ്റെ. അവർ ഓൺ ഡ്യൂട്ടി അല്ലേ പോണേ, നമ്മൾ യാത്രി, ലൈസൻസ് ഓഫീസർ ഓൺ ഡ്യൂട്ടി, നമ്മളുടെ ഒരു ഹെഡായിട്ടാണ് ഗവൺമെൻറ് പറഞ്ഞയക്കുന്നത്. അതിൽ അവർക്ക് ചുട്ടിയും കിട്ടും, പിന്നെ ചിലവെല്ലാം ഗവൺമെൻറ്റിൻ്റെ വക. അപ്പോൾ ലൈസൻസ് ഓഫീസർ ആവുന്ന ഒരു ഹൈ ലെവലിലെ ആൾക്കാരാണ്. IAS, IPS, അല്ലെങ്കിൽ പിന്നെ ലൈക്ക് വിങ് കമാൻഡർ, എയർഫോഴ്സിലെ, ആർമിയിലെ, ITBP-ലെ, BSF-ലെ, അങ്ങനെയുള്ള ആർമിയിലെ അങ്ങനെയുള്ള ആൾക്കാരെയാണ് വിടുക. നോർമൽ ആൾക്കാരെ വിടില്ല. എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷെ എന്നെ ഗവൺമെൻറ് വിടില്ല. എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. നോൺ എക്സ്പീരിയൻസ് ആയാലും പദത്തിലിരിക്കുന്ന ഒരാളായിരിക്കണം. റെസ്പോൺസിബിലിറ്റി ആൾക്കാരുടെ എടുക്കാൻ. പ്രൈവറ്റ് ടൂറിൽ അങ്ങനെയില്ല, അത് പ്രൈവറ്റുകാർ കൊണ്ടുപോകല്ലേ, അവരെല്ലാം റെസ്പോൺസിബിലിറ്റി അവരെടുക്കും. ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ അവിടുത്തെ നേപ്പാളിലെ ഗവൺമെന്റിന്റെ ഒരു അപ്രോച്ച് എങ്ങനെയാ? നേപ്പാളിന്റെ നമുക്ക് ഒരു ആവശ്യമില്ല. ആ ഏജന്റ് ഉണ്ടല്ലോ നേപ്പാളിലെ, അവർ നമ്മളെ ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് എടുക്കും, അവർ ഹോട്ടലിൽ കൊണ്ടുപോകും, അന്ന് ഭക്ഷണം, അടുത്ത ദിവസമാണ് രാവിലെ നമ്മളെ പിന്നെ നേപ്പാളിലെ ലോക്കൽ ട്രിപ്പെല്ലാം കാണിച്ചു തരും. മന്ദിരം, പിന്നെ പശുപതിനാഥ്, പിന്നെ ഒരു വിഷ്ണു ഭഗവാൻ കിടക്കുന്നൊരു മൂർത്തിയുണ്ട്, നല്ല ശക്തിയാണ് അതെന്ന് പറയും. അവിടുത്തെ രാജ അവിടെ ആ ഭഗവാനെ ദർശനം ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് കല്ലാണെന്നും പറഞ്ഞിട്ട് തള്ള വിരൽ കാലിലെ മുറിക്കാൻ നോക്കി. ചെക്ക് ചെയ്താണ് ഭഗവാനെ. ഒരു കുളത്തിലാണ് ഇങ്ങനെ കിടക്കുന്നത്, നല്ല രസമാണ് കാണാൻ. നമ്മുടെ പത്മനാഭ സ്വാമി ടെമ്പിളിൽ ഇങ്ങനെ ചെരിഞ്ഞിട്ടല്ലേ, ഇത് ഇങ്ങനെയാണ് നേരെ കിടക്കാണ്. അതിൽ മുറിക്കാൻ നോക്കിയത് ചെക്ക് ചെയ്തോലോ. അന്ന് മുതൽ അന്ന് ഭഗവാൻ ദർശനം കൊടുത്തു പറഞ്ഞു, ഇനി മേലാൽ നിങ്ങൾ എൻ്റെ ആ അമ്പലത്തിൽ വന്നിട്ട് ദർശനം ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു അമ്പലമുണ്ട്, അത് കാണിച്ചു തരും. പശുപതിനാഥ് കൊണ്ടുപോകും. പിന്നെ മനോകാമന പറഞ്ഞിട്ടൊരു ഭഗവതിയുടെ അമ്പലമുണ്ട്, കാളി മന്ദിറുണ്ട് നേപ്പാളിൽ. അതിലൊക്കെ കൊണ്ടുപോയിട്ട് അടുത്ത ദിവസം രാവിലെ നമ്മളെ കൈലാസത്തിലേക്ക് കൊണ്ടുപോകും. അവിടെ നമുക്ക് ഒരു പ്രശ്നവുമില്ല. എല്ലാ ഹോട്ടലിലെ ലൈഫ് എല്ലാം കൊണ്ടും നമ്മൾ സേഫാണ്, ഒരു പ്രശ്നവുമില്ല അവിടെ. പിന്നെ അവിടെ ചൈനയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഒക്കെ നല്ല സ്ഥലമാണ് താമസിക്കുക. 5 സ്റ്റാർ ഹോട്ടൽസാണ് ചൈനയിൽ. പണ്ട് ഞങ്ങൾ മഡ് ഹൗസിൽ താമസിച്ചു. അതെ. ഒരു കൺക്ലൂസീവ് ക്വസ്റ്റ്യനും കൂടെ, അതായത് ഇപ്പോൾ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക്, പേടിച്ച് നിൽക്കുന്നവർക്ക്, അല്ലെങ്കിൽ പോകാൻ റെഡി ആയിട്ടിരിക്കുന്നവരോട് മാമിൻ്റെ വക ഒരു അഡ്വൈസ് എന്ന രീതിയിൽ എന്താ പറയാനുള്ളത്? ഞാൻ എൻ്റെ കൈ തൊഴുതിട്ട് അവരോട് പ്രാർത്ഥിക്കാം, പൂവൻ ഒരു തവണ, ഒറ്റ തവണ, ഞാൻ പറയില്ല 20 തവണ പോകണം, 15 തവണ പോകണം എന്ന് പറയുന്നില്ല, ഒരു തവണ കൈലാസം ദർശനം ചെയ്യണം. കാരണം നമ്മളൊരു സാക്ഷാത് ഭഗവാനെ കാണണം, നമ്മളുടെ ശിവജിയെ കാണണം പോയിട്ട്. എൻ്റെ ഒരേ ഒരു പ്രാർത്ഥനയുള്ളൂ, പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. മരിക്കും അതൊക്കെ പണ്ടത്തെ കാലത്തെ വർത്തമാനമാണ്. കാശി പോയാൽ തിരിച്ചു വരില്ല, ലാസ്റ്റ് ബൈ ബൈ പറഞ്ഞിട്ടാണ് പോവുക. ഓർ കൈലാസത്തിനെ പറ്റിയിട്ട് നമ്മൾ പോകുമ്പോൾ ബൈ ബൈ പറഞ്ഞിട്ടാണ് പോവുക, തിരിച്ചു വരുമോ ഇല്ലയോ എന്നറിയില്ല. അപ്പോൾ ഞാൻ ഒരേ ഒരു കാര്യം പറയൂ, ഞാൻ ഈ പറയുന്നത് ശരിയല്ല, എനിക്കറിയില്ല ഞാൻ എങ്ങനെ പറഞ്ഞെന്ന്, പക്ഷേ എൻ്റെ ഒരു ഇതിൽ കേൾക്കുകയാണെങ്കിൽ ഒരു തവണയെങ്കിലും പോകാൻ ശ്രമിക്കണം. അപ്പം ഇത് വിചാരിക്കരുത്, ഓ ഹെൽത്ത് ശരിയല്ല, ഹെൽത്തൊക്കെ ശരിയാണ്, ഒക്കെ നമ്മൾ ധൈര്യം കൊടുക്കുക നമ്മളെ തന്നെ. എന്തുകൊണ്ട് പോകാൻ പറ്റില്ല, തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുക, പൈസ ഉണ്ടാക്കുക, ബസ് മനസ്സ് വയ്ക്കുക, പോകണം. ഒരു തവണയെങ്കിലും കൈലാസ പർവ്വതം നോക്കണം. എൻ്റെ മെയിൻ ഉദ്ദേശം ഇതാണ് നിങ്ങളോട് സംസാരിക്കേണ്ടത്. ആൾക്കാരെ ഇത് കാണുന്നവരെ ഒരു ധൈര്യം കൊടുത്ത് ഒന്ന് പോവാം കൈലാസത്തിൽ. ബാക്കി ഇപ്പോൾ ബാരാലിംഗം പോകാനൊന്നും ബുദ്ധിമുട്ടില്ല. ഒക്കെ നമ്മൾ ട്രെയിനിൽ പോയിട്ടായാലും എല്ലാവിടെയും പോവാം. അമർനാഥിൽ പോവാം, കേദാർനാഥിൽ പോവാം, സോംനാഥിൽ പോവാം, ശ്രീശൈലത്തിൽ പോവാം, കാശിയിൽ പോവാം, പിന്നെ വൈദ്യനാഥ് പോവാം, ഓംകാരേശ്വർ പോവാം, എല്ലാവിടെയും പോവാം. അതുപോലെയല്ല, അതൊക്കെ ഭഗവാൻ ഒരു തവണ വന്നു, 1 മിനിറ്റ് ഇരുന്നു പോയി, ഇതാണ്. പക്ഷേ സാക്ഷാത് വിരാജമാനാണ് അവിടെ കൈലാസത്തിൽ. അപ്പോൾ ഒരു തവണയെങ്കിലും പോവാൻ ട്രൈ ചെയ്യണം, അതും കഴിയുന്നതും വേഗം. വയസ്സായി കഴിഞ്ഞാൽ നമ്മളുടെ ശരീരം ക്ഷയിക്കുകയാണ്. ഞാനിപ്പോൾ എത്ര യങ്ങാണെന്ന് വിചാരിക്കും, ഞാൻ തന്നെ ഞാൻ വിചാരിക്കുന്നത് എനിക്കൊരു 20 വയസ്സേ ഉള്ളൂ എന്നുള്ള പോലെയാണ്. പക്ഷേ നമ്മളുടെ നാച്ചുറൽ ബോഡി വീക്കാവും. അപ്പോൾ കഴിയുന്നതും വേഗം കൈലാസത്തിൻ്റെ ദർശനം ചെയ്യണം. ഒരു തവണ, ഒറ്റ തവണ. ആ ഒരു തവണ പോകുന്ന 26 തവണ ഒരുപോലെയാണ്. ഭഗവാനെ കാണുന്നത്
നിങ്ങൾ മനസ്സ് വെച്ച് പോയി കഴിഞ്ഞാൽ ആ കൈലാസ പർവ്വതം കണ്ടു കഴിഞ്ഞാൽ അതിനെ മനസ്സിൽ വെക്കാം നിങ്ങൾക്ക്. പിന്നെ എപ്പോഴും പോകേണ്ട ആവശ്യമില്ല. ആ പക്ഷെ അതെന്തോ ഭഗവാൻ വിളിക്കണു തള്ളിയിട്ട് അതുകൊണ്ട് ഞാൻ പോവുകയാണ്. ഞാനിപ്പോൾ ചിലപ്പോൾ പറയാണ്ട് എനിക്ക് വരാൻ ഉദ്ദേശമില്ല, അടുത്ത കൊല്ലം ഞാൻ വരില്ല കേട്ടോ പറഞ്ഞിട്ട് വരും. പക്ഷേ അടുത്ത കൊല്ലം ആദ്യം തയ്യാറാവുന്നത് ഞാനായിരിക്കും. അപ്പം അത് ഭഗവാൻ അറിയാം ഞാൻ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നതെന്ന്, നമ്മൾ ഏതുകൂടാണ് എന്നറിയാം. അപ്പോൾ ഒരു തവണയെങ്കിലും ആൾക്കാർ പോകണം. തീർച്ചയായിട്ടും അതിനൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും മാം. അതുകൊണ്ടാണ് ഞാൻ, അല്ലെങ്കിൽ ഞാൻ പബ്ലിസിറ്റി ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് നമ്മളുടെ എൻ്റെ ഇഷ്ടമാണ് എൻ്റെ ഭഗവാനെ കാണാൻ. എനിക്കത് ഇത്രയും നാളും പോയിട്ടും മുന്നേ അങ്ങനെ ആർക്കും അറിയണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് മാം ഇങ്ങനെ അതെ ആ പബ്ലിക് എന്താ കാരണം വെച്ചാൽ സ്പെഷ്യലി നമ്മുടെ കേരളത്തുകാർക്ക് ഇവർക്ക് പേടി തിരിച്ചു വരുമോ, പിന്നെ അങ്ങനെ ഒരു പേടി ഇവർക്ക് ഉള്ളില്. ഇപ്പൊ ഞാൻ ആദ്യം ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു, ഇന്നത്തല്ല 10-15 വർഷം മുന്നേ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കേരളത്തിൽ നിന്ന് കുറച്ച് ആൾക്കാർ തുടങ്ങി. ഇപ്പൊ ആൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഞങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ കൈലാസം എന്താണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ എല്ലാവർക്കും അറിയാം കൈലാസം എന്താണെന്ന്. അപ്പോൾ ഇപ്പൊ ഒന്ന് പോയി കിട്ടിയാൽ എല്ലാവരും, എൻ്റെ പ്രാർത്ഥന അതേ ഉള്ളൂ, ഒരു തവണ കൈലാസത്ത് പോവുക. അത്രയല്ല. നമസ്കാരം.